വലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൂറത്തുൽ ബഖറയിലെ 189 ആയത്ത് മുതലാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യസ്അലൂനക അനിൽ അഹില്ല. ഹിലാൽ എന്ന് പറഞ്ഞാൽ ചന്ദ്രക്കല, ചന്ദ്രൻ, സൂര്യൻ. ചന്ദ്രനെ പറ്റി അവർ ചോദിക്കുന്നു. ചന്ദ്രനെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇന്നുമുണ്ട്. അത് യഥാർത്ഥത്തിൽ ചന്ദ്രൻ എന്നത് കാലം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിംബോളിക്. നമുക്ക് സൂര്യൻ ഇസ്ലാമിൽ പ്രാധാന്യമില്ല, ചന്ദ്രനാണ് പ്രധാനം എന്നൊന്നും അതിലർത്ഥമില്ല. അത് പണ്ട് കാലത്തുള്ളൊരു തെറ്റിദ്ധാരണയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും മുസ്ലിം സംഘടനകളുമായിട്ടോ അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പലപ്പോഴും ചന്ദ്രനെ അതിൻ്റെ ഫ്ലാഗിലും ഒക്കെ വെക്കുന്നത്. അതിന് പ്രത്യേകമായിട്ടുള്ളൊരു പുണ്യമൊന്നുമല്ല, അത് ഒരു സിംബോളിക്കായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി വെച്ചു എന്ന് മാത്രമാണ്. അപ്പോൾ അവരോട് പറയാം, ഖുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ്. ഹജ്ജിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് കാലങ്ങൾ, മവാഖീത്ത്, വഖ്ത് നിശ്ചയിക്കാൻ, ഒരു സമയം, കാലഗണന നിശ്ചയിക്കാനുള്ള ഒരു സംവിധാനമാണ്. റമദാനായി, പെരുന്നാളായി, ഹജ്ജിൻ്റെ സമയമായി, ഇതൊക്കെ മനസ്സിലാക്കാനുള്ളൊരു സംവിധാനം എന്നതിലപ്പുറത്തേക്കൊന്നുമില്ല എന്ന് അവരോട് പറഞ്ഞേക്കുക. അതിലപ്പുറത്തേക്ക് അതിനെ പുണ്യവൽക്കരിക്കേണ്ട കാര്യമില്ല എന്നും. വലൈസൽ ബിർറു ബിഅൻ തഅതുൽ ബുയൂത മിൻ ളുഹൂരിഹാ വലാകിന്നൽ ബിർറ മൻ ഇത്തഖാ. ഹജ്ജിനുള്ള സമയനിർണ്ണയമാക്കിയെന്ന് മാത്രമല്ല, നിങ്ങൾ ഒരു വീട്ടിൽ, ഒരു ബൈത്ത് എന്ന വീട്ട്, തുൽ ബുയൂത മിൻ ളുഹൂരിഹ വലാകിന്നൽ ബിർറ മൻ ഇത്തഖ. അതായത് നിങ്ങൾ വീടിൻ്റെ മുൻഭാഗത്തൂടെ കയറുകയാണ് നല്ലത്, പിൻഭാഗത്തൂടെ നിങ്ങൾ കയറണ്ട. ഇതൊരു ഡയറക്റ്റ് മീനിങ് ഉള്ള വാക്കല്ല അള്ളാഹ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു ഉദ്ദേശിക്കുന്നത് നേരിട്ടുള്ള, അതായത് നമുക്കൊരു സംവിധാനത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ നോക്കി കണ്ടാൽ മതി. അതായത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉള്ളതാണ് ഇസ്ലാം. നമുക്ക് ഇവിടെ ഒരുപാട് ആചാരങ്ങളുണ്ട്, അനാചാരങ്ങളും ഒരുപാടുണ്ട്. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അള്ളാഹുവിനോട് നമുക്ക് നേരിട്ട് പ്രാർത്ഥിക്കാം, അതിൻ്റെ ഇടയ്ക്ക് ബിംബങ്ങൾ വെക്കേണ്ട കാര്യമില്ല. അള്ളാഹുവിനോട് നേരിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, അതിൻ്റെ ഇടയ്ക്ക് ബിംബങ്ങൾ വെക്കേണ്ട കാര്യമില്ല. എന്ന പോലെ മുൻവാതിലൂടെ നമ്മൾ കയറാം, അതാണ് അതിൻ്റെ ശരി. നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരാണെങ്കിൽ മുൻവാതിലൂടെ കയറേണ്ടത്, അല്ലാതെ പിൻവാതിലൂടെ അല്ല കയറേണ്ടത്. എല്ലാത്തിനും അതിൻ്റേതായ സംവിധാനങ്ങൾ ഭൂമിയിൽ വെച്ചിട്ടുണ്ട്. അതിൽ അങ്ങനെ കണ്ടാൽ മതി എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. വഅ്തുൽ ബുയൂത മിൻ അബ്വാബിഹാ വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ മുൻവാതിലിലൂടെ തന്നെ, നിങ്ങൾ മുൻവാതിലൂടെ തന്നെ പ്രവേശിക്കുക, അതിൻ്റെ ശരിയായ വാതിലിലൂടെ തന്നെ പ്രവേശിക്കുക. മുൻവാതിൽ മീൻസ് അതിൽ കയറി ചെല്ലേണ്ട ഒരു വാതിലുണ്ടെങ്കിൽ ആ വാതിലൂടെ തന്നെ കയറുക. നിങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും മറ്റു വഴികൾ തേടേണ്ടതില്ല. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയം വരിക്കും എന്നാണ്. അപ്പോൾ ഏതൊരു കാര്യത്തിലായാലും അതിനൊക്കെ അതിൻ്റെ ശരിയായ മാർഗനിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ ചെയ്യുക, അല്ലാതെ നമ്മൾ വേറെ വഴി കുറുക്കു വഴികൾ തേടേണ്ടതില്ല എന്നാണ്. അതിപ്പോൾ ഇബാദത്ത്, ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട ആയത്തുകളൊക്കെ തുടർന്ന് വരുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടും ഇതിനെ നമുക്ക് ബന്ധപ്പെടുത്തി സംസാരിക്കാം. ഈ യുദ്ധ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, ഇത് ബദർ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് യുദ്ധ സാഹചര്യം അടുത്ത സന്ദർഭത്തിൽ വരുന്ന ആയത്തുകളാണ്. وقاتلوا في سبيل الله الذين يقاتلونكم ولا تعتدوا إن الله لا يحب المعتدين. നിങ്ങൾ യുദ്ധം ചെയ്യാം,
അപ്പോൾ യുദ്ധം ഇസ്ലാമിൽ പാടുണ്ടോ? സമാധാന പ്രേമികളായ മുസ്ലിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് എന്തേ നിങ്ങളിപ്പോൾ യുദ്ധത്തിനിറങ്ങിയത്? നിങ്ങളെന്താ യുദ്ധം ചെയ്യാൻ കാരണം? യുദ്ധം എന്ന് പറഞ്ഞാൽ അക്രമല്ലേ, ആളുകളെ കൊല്ലലല്ലേ, നാടുകളെ നശിപ്പിക്കലല്ലേ, രക്തം ചിന്തലല്ലേ? ഇതാണോ ഇസ്ലാം എന്ന് ചോദിക്കുന്ന ആളുകൾ വിരളമല്ല. ഇന്ന് ഇപ്പോൾ ഇറാനുമായിട്ടുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇറാനും ഇസ്രായേലും ചരിത്രവുമായിട്ട് ചരിത്ര യുദ്ധം എന്നതിനെ പറയാം. നമുക്ക് ചരിത്രപരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിശുദ്ധ 1400 വർഷം മുമ്പ് വിശുദ്ധ ഖുർആൻ അവതരിച്ചതിൻ്റെ മുമ്പ് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ 4000 വർഷങ്ങൾ 40 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പരയിലൂടെ ഇസ്ഹാഖ് നബിയുടെ, യാക്കൂബ് നബിയുടെ ആ ബനി ഇസ്രായേൽ സന്തതികളുടെ ആ പരമ്പരയിൽ ഇന്നും അവർ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ സംസാരം ഇത് ലോകാവസാനം വരെ തുടരും എന്നുള്ളതാണ് എൻ്റെ സത്യാവസ്ഥ. അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവരങ്ങനെ ഒരു ജനതയാണ്, അധികാരത്തിന് വേണ്ടിയിട്ട്. വേറൊന്നുമല്ല, അധികാരം മേഖലയിൽ പശ്ചിമേഷ്യ ഞങ്ങളുടെ കയ്യിൽ വേണമെന്ന ഒരൊറ്റ നിർബന്ധം. അത് മാത്രം അതിൻ്റെ അണിക്കൽ, അല്ലാതെ വേറൊന്നുമല്ല. അത് മതപരമായ ആധിപത്യം പോലും അല്ല. മുസ്ലിങ്ങൾ കൂടുന്നു അല്ലെ മുസ്ലിങ്ങൾക്കെതിരെ എന്നുള്ളതിൻ്റെ അക്കപ്പുറം ആധിപത്യത്തിന് വേണ്ടി, സാമ്പത്തിക രാഷ്ട്രീയ മേലാളത്വം ചമയാൻ വേണ്ടിയിട്ട് നടത്തുന്ന പൈശാചികതയെ കൂട്ടുപിടിച്ച് നടത്തുന്ന അക്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ലോകത്തെല്ലായിടത്തും വ്യത്യസ്തമായത്. ക്രൈസ്തവ ചരിത്രം എടുത്താലും, അല്ലെങ്കിൽ പിന്നെ മുൻകഴിഞ്ഞ 1-ാം ലോക മഹായുദ്ധം എടുത്താലും, 2-ാം ലോക മഹായുദ്ധം എടുത്താലും, ഈ അടുത്ത കാലത്ത് നടക്കുന്ന യുദ്ധങ്ങൾ എടുത്താലും ഒക്കെ, യുദ്ധങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ വലിയ രാഷ്ട്രങ്ങൾ തമ്മിലുള്ളത് മാത്രമാവണമെന്നില്ല. ചില അയൽ നാടുകൾ തമ്മിലാവാം, ചില കുടുംബങ്ങൾ തമ്മിലാവാം. യുദ്ധസമാനമായ സാഹചര്യങ്ങളൊക്കെ നമുക്ക് എടുത്തു വെക്കാം. അങ്ങനെയൊക്കെയുള്ള യുദ്ധങ്ങൾ, അതിൻ്റെ ഒരു സ്മോൾ വേർഷൻ, ചെറിയൊരു വേർഷൻ. ഒരാൾ നമ്മളെ തല്ലാൻ വരികയാണ്, ഒരു കാരണമില്ലാതെ ഒരാൾ നമ്മളെ തല്ലാൻ വരികയാണ്. അയാൾക്ക് അങ്ങനെ തല്ലണം തോന്നി നമ്മളെ കണ്ടപ്പോൾ തല്ലാൻ വരികയാണ്. നമ്മൾ നെഞ്ചു വിരിച്ച് നിന്ന് കൊടുക്കണമെന്ന് ഏത് ദർശനമാണ് ഈ ലോകത്ത് പറയുന്നത്? ഏത് മതമാണ്? ഏത് ആശയമാണ്? അങ്ങനൊന്നുമില്ല. അത് സംഭവ്യമല്ല. അതൊക്കെ നമുക്ക് പുസ്തകത്തിൽ പറ്റും. മേലുവേദനയാവാൻ തുടങ്ങി കഴിഞ്ഞാൽ ഏത് മനുഷ്യനും അപമാനിക്കപ്പെടുമ്പോൾ പ്രതികരിക്കും. അത് മാനുഷികമാണ്, അത് പ്രകൃതി നിയമമാണ്. അടിക്ക് തിരിച്ചടി. അത് കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞല്ലോ, കൊലക്ക് കൊല പറഞ്ഞല്ലോ. ഒരാളെ കൊല്ലാൻ വന്നാൽ തിരിച്ച് കൊല്ലുക എന്നുള്ളത് അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വാശിക്കപ്പുറത്തേക്ക് ഇവിടെ സുരക്ഷ ഉണ്ടാവണം. ആരും കൊല്ലാന്നുള്ള സാഹചര്യം നാട്ടിലുണ്ടാവാൻ പാടില്ലല്ലോ. എന്നിട്ട് പറയാം, ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ അനുവാദം തന്നുകൊണ്ടുള്ള അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലെ ആയത്ത്. എപ്പോഴെങ്കിലും എല്ലാവരോടും പോയി യുദ്ധം ചെയ്യാനല്ല കേട്ടോ. ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നവരോട് അങ്ങോട്ട് സ്വയം പ്രതിരോധിക്കാൻ. യുദ്ധം തുടങ്ങാൻ ഇസ്ലാമിൽ യാതൊരു അനുവാദവുമില്ല. ഒരു രാജ്യത്തിന് ഒരാവശ്യമില്ലാതെ ഒരു അറ്റാക്ക് ചെയ്യാൻ, ഭീകരവാദ പ്രവർത്തനം നടത്താൻ, ചാവേറാകാൻ, ഇങ്ങനെയൊന്നും വികലമായ ജിഹാദി സംരംഭങ്ങളൊക്കെ നടക്കുന്ന ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അതൊന്നും ശരിയല്ല. ഡയറക്റ്റായിട്ട് നേരിട്ടുള്ള യുദ്ധം അവർ തുടങ്ങി വെച്ചാൽ പ്രതിരോധിക്കുക, തിരിച്ചടിക്കുക. ഇത് ഇസ്ലാം അനുവദിച്ചുള്ള കാര്യം. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ലോകത്ത്. ഇപ്പം വെള്ളം പോലെ വ്യക്തമല്ലേ? ഇസ്രായേൽ എന്നൊരു രാജ്യം, അവർക്ക് ആണവായുധം അവർക്ക് കൈവശം വെക്കാം. ഇറാന് അവിടെ ആണവായുധം വെക്കാൻ പാടില്ല. തികഞ്ഞ ധിക്കാരം. എന്നിട്ട് ഈ രാജ്യം ആ രാജ്യത്തോട് പറയാണ്, ഞങ്ങളുണ്ടാക്കും, നിങ്ങളുണ്ടാക്കരുത്. ആലോചിച്ച് നോക്കണേ. അമേരിക്ക തന്നെ പറഞ്ഞു, ഞങ്ങൾ ആണവായുധം ഉണ്ടാക്കും, നിങ്ങൾ ഉണ്ടാക്കരുത്. എന്താ? അധികാരം വേണം, അതിനു വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് എതിരാളികൾ ഉണ്ടാവാൻ പാടില്ല ലോകത്ത്. ഈ ഒരു ധാർഷ്ട്യം, ധിക്കാരം, അഹങ്കാരം, ഗർവ്. എന്നിട്ടോ ഇത് ആണവ കരാറ് കൊണ്ടൊന്നും യുവന്മാർ ശരിയാവില്ല, ഇറാനികൾ എന്ന് മനസ്സിലാക്കിയപ്പോൾ എന്ത് ചെയ്യാണ്? അങ്ങോട്ടേക്ക് അറ്റാക്ക് ചെയ്യാണ്. ഒരു കാരണമില്ലാതെ. അവിടുത്തെ മന്ത്രിമാരെ കൊല്ലുന്നു, അവിടുത്തെ നേതാക്കളെ കൊല്ലുന്നു, അവിടുത്തെ സയൻറ്റിസ്റ്റുകളെ കൊല്ലുന്നു, തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നു, ഇതുപോലെയുള്ള ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു. അപ്പോൾ പിന്നെ തിരിച്ചടിക്കുക എന്നുള്ളത് മാനുഷികമാണ്, ഇസ്ലാമികമാണ്. അതിനെ പിന്നെ നമ്മൾ അനീതി എന്നൊന്നും പറയേണ്ടതില്ല. പക്ഷേ എന്നിട്ട് പറയാം, യുക്കാത്തിലും നിങ്ങൾ തിരിച്ചടിച്ചോളൂ. ഇത് ഇന്നത്തെ കാലത്തെ അവസ്ഥ വെച്ചിട്ട് പറയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. മക്കയിൽ സ്വന്തം നാട്ടിൽ നിന്ന് അട്ടി ഓടിച്ച് നിക്കക്കല്ലില്ലാതെ അവിടെ നിന്ന് ഇറങ്ങി പോണ്ടി വന്ന്
നിസ്കരിക്കാൻ പറ്റാത്ത സാഹചര്യം, അടിച്ചമർത്തി മർദ്ദനങ്ങളുടെ മേലെ മർദ്ദനം സഹിക്കവയ്യാതെ നബിയും സഹാബത്തും മക്ക മദീന അഭയം തേടിയിട്ട് മദീനത്തേക്ക് പോയി. അവിടെ ഒരു സ്വസ്ഥതയിൽ ജീവിക്കാൻ നോക്കുമ്പോൾ അവിടത്തേക്ക് ഒരു ആയിരക്കണക്കിന് ആളുകളുമായിട്ട് യുദ്ധം ചെയ്യാൻ വന്നാൽ കൈകെട്ടി നോക്കിക്കണം ഏത് പ്രത്യയശാസ്ത്രമാണ് പറയാം. അതന്നെ ഖുർആൻ പറഞ്ഞു, ഖാത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്തോളൂ, തിരിച്ചടിച്ചോളൂ. യുഖാതിലൂക്കും, നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോട് വലാ തഅതദൂ, എന്ത് ചെയ്യരുത്, അതിര് കടക്കരുത്. പരിധിയുണ്ട്, പരിധിക്കപ്പുറത്തേക്ക് യുദ്ധം ചെയ്യുന്നവരോട് യുദ്ധം ചെയ്യുക. അല്ലാതെ ആ നാട്ടിൽ പോയിട്ട് അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക, വിളനാശം ഉണ്ടാക്കുക, അവിടുത്തെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഇതിലേക്ക് യുദ്ധം വ്യാപിപ്പിക്കാൻ പാടില്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, ഒരിക്കലും മുഅ്തദീനായിട്ടുള്ള അതിര് കടക്കുന്ന. അപ്പം ഇസ്രായേൽ ചെയ്യുന്നതാണ്, നമുക്ക് ലോകത്തെ എല്ലാവർക്കും വ്യക്തമായ സംഗതിയാണ്. ഗസയിലും ഫലസ്തീനിലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വംശത്തെ നശിപ്പിക്കാൻ, സർവനാശം, സകല കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ആശുപത്രിയെയും എല്ലാം കടന്നാക്രമിച്ചിട്ട് നരനായാട്ട് നടത്തുന്ന ആ അക്രമികളായ ജനത വെറുതെയല്ല. ആ കാലഘട്ടം മുതലേ ഖുർആൻ ഇത് എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, എത്ര സെഞ്ചുറി മുമ്പാണ് ഈസാ അലൈഹി സ്വലാമിൻ്റെ വരവിൻ്റെ ഒക്കെ മുമ്പ്, മൂസ അലൈഹി സ്വലാമിൻ്റെ ആ കാലഘട്ടത്തിന് ശേഷമുള്ള ജനത, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ജനത അതേ സ്വഭാവത്തിൽ ഇന്നും ഒരു മാറ്റമില്ലല്ലോ എന്നുള്ളതാണ്. ഇതൊക്കെ വിശദീകരണത്തിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ, കാലികമായിട്ട് ഖുർആനെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും വഅഖ്രിജൂഹും മിൻ ഹൈസു അഖ്റജൂകും. എന്താണ്? നിങ്ങൾ ഏറ്റുമുട്ടുന്നത് എവിടെ വെച്ചാണെങ്കിലും നിങ്ങളതിന് അവരോട് യുദ്ധം ചെയ്യുക. വഅഖ്രിജൂഹും മിൻ ഹൈസു അഖ്റജൂകും, നിങ്ങളെ പുറത്താക്കിയെടുത്തുനിന്ന് അവരെയും പുറത്താക്കുക. അടിക്കടി, അതന്നെ, കണ്ണിന് കണ്ണ്. എങ്കിലേ നീതി നിഷേധിക്കപ്പെടുകയല്ലേ ഇത്. നിങ്ങളെ പുറത്താക്കാൻ ഒരു രാജ്യത്തു നിന്നൊരു മനുഷ്യനെ, നിങ്ങൾ ഇന്ന രാജ്യക്കാരാ, നിങ്ങൾ അങ്ങോട്ട് പോകണം, അങ്ങനെയൊക്കെ പറഞ്ഞ് വർഗത്തിൻ്റെ, മതത്തിൻ്റെ, ജാതിയുടെ എന്തൊക്കെ പേര് ഇന്നും നടക്കുന്ന കാലികമായിട്ട് ഈ വിഷയം ഒന്ന് വായിച്ചു നോക്കൂ. ആരെയും പുറത്താക്കേണ്ടവരല്ല. ഈ ലോകം മുഴുവൻ മനുഷ്യന് വേണ്ടി ഭൂമി അള്ളാഹു തന്നതാണ്. അപ്പോൾ എല്ലാവരും എല്ലായിടത്തും ഏകോദര സഹോദരങ്ങളെപ്പോലെ സാഹോദര്യത്തിൽ കഴിയേണ്ടവരാണ്. എന്നാൽ അതിന് പകരം അനീതി സംഭവിക്കുന്നത് എവിടെയാണോ അവിടെ ശബ്ദിക്കണം. അവിടെ അവരോട് ഇങ്ങോട്ട് എങ്ങനെയാണോ പോരാടുന്നത് അതേ മുറയിൽ അങ്ങോട്ട് തിരിച്ചടിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ്റെ കൽപ്പനയാണ്. നിങ്ങളെ പുറത്താക്കിയെടുത്ത്, ഇപ്പോൾ ഗസയിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് നോക്കുക, നമ്മൾ മദീന വിട്ട് ഇന്ന് ഗസയിലേക്ക് കണക്ട് ചെയ്ത് നോക്കുക. ആ രാജ്യം അറബികളുടെ രാജ്യമാണ്. ആ രാജ്യത്ത് ഇസ്രായേലിന് അഭയം കൊടുത്തതാണ്. ഈ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെയെന്ന് പണ്ടൊരു പഴമൊഴി പറയാറുണ്ട്. അതുപോലെ ഒട്ടകത്തിന് സ്ഥലം കൊടുത്തതുപോലെ അവരെങ്ങനെ മെല്ലെ മെല്ലെ പിടിച്ചടക്കി. ഇപ്പം അവരുടെ മോഹം എന്താണെന്നറിയോ? ഇറാനെ തകർക്കുന്നതോടുകൂടെ പശ്ചിമേഷ്യ അവരുടെ കയ്യിലാകും. സാമ്പത്തിക രംഗമൊക്കെ അല്ലെങ്കിൽ അവർ കൈയടക്കി വെച്ചിരിക്കുക, സൗദി അറേബ്യ അടക്കം. ബാക്കി കൂടെ ഞങ്ങളങ്ങ് വാഴും. അത് വാഴാനുള്ള അവസാനത്തെ ഒരു അറ്റാക്ക് കൂടിയാണത്. ഇറാനെ നിരായുധീകരിക്കുക. ജോർഡാനൊക്കെ കൈയടക്കി, അല്ലെങ്കിൽ അറബ് ലോകത്തൊക്കെ കുപ്പിയിലാക്കി വെച്ച പോലെ ഇറാനും കൂടെ അങ്ങ് കുപ്പിയിലാക്കി വെച്ചാൽ പശ്ചിമേഷ്യയുടെ സമ്പൂർണ്ണ ആധിപത്യം നമ്മുടെ കയ്യിലായി. പിന്നെ മെല്ലെ മെല്ലെ ഗസ, മെല്ലെ മെല്ലെ ഫലസ്തീൻ, പിന്നെ ബൈത്തുൽ മഖ്ദിസ് മെല്ലെ മെല്ലെ അങ്ങോട്ട് പിടിച്ച് അവരൊരു മാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇസ്രായേലിന്, ഇത് മൊത്തം ഞങ്ങളുടേതാണ് എന്ന്. ആ മാപ്പ് അവരുടെ സ്വപ്നം മാത്രമായി അവശേഷിക്കുന്നതാണ്. അപ്പോൾ അവർ ഫിത്ന ഉണ്ടാക്കുകയാണ്. വൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ, അപ്പോൾ കൊലയേക്കാൾ ഭീകരമാണ് ഈ ഫിത്ന. ആ ഫിത്ന ഇന്നും തുടരുന്നല്ലോ എന്നുള്ളതാണ്. അന്ന് ഖുറൈശികൾ, ബഹുദൈവാരാധകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സഹാബത്തിനോടും ആണെങ്കിൽ ഇന്ന് അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയെന്നോണം ഇന്ന് അതേ മേഖലയിലും അതേ പ്രശ്നങ്ങളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. വലാ തുഖാതിലൂഹും ഇൻദൽ മസ്ജിദിൽ ഹറാം. മസ്ജിദുൽ ഹറാമിൽ സാധാരണ അവിടെ മസ്ജിദുൽ ഹറാമാണ് എന്ന ഒരു പരിധി, ആ പരിധി എന്താന്ന് വെച്ചാൽ അത് പണ്ട് കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് മുമ്പ് തന്നെ അവിടെ പവിത്രമായ പുണ്യഭൂമിയാണ്. അവിടെ അങ്ങനെ കൊലയും പ്രശ്നങ്ങളും ഒന്നും ആ പരിസരത്ത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ്.
അവിടെ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട സ്ഥലവുമാണ്. അവിടെ അങ്ങനെ യുദ്ധം ഉണ്ടാവരുത് എന്ന് തന്നെയാണ്, പുണ്യഭൂമിയായിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഹത്ത യുഖാതിലൂക്കും ഫീ, അവർ മസ്ജിദുൽ ഹറാമിനടുത്ത് വെച്ച് അവർ നിങ്ങളോട് ഏറ്റുമുട്ടുന്നില്ലെങ്കിൽ അവിടെ വെച്ച് നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യരുത്. നിങ്ങൾ വേറെ പുറത്തേക്ക് മാറിയിട്ട്, അതന്നെ ബദറൊക്കെ അങ്ങോട്ട് വന്ന് നന്നായതാണ്. മദീന അറ്റാക്ക് ചെയ്യാൻ അങ്ങോട്ട് വന്നപ്പോൾ മദീനയിൽ കയറ്റാതെ, മദീനയും സംരക്ഷിക്കണമല്ലോ, മദീനയിലേക്ക് പ്രവേശിക്കാതെ പുറത്ത് വെച്ച് തന്നെ അവരെ തുരത്താൻ തന്നെയാണ് 313 പേര് മദീനത്ത് നിന്ന് തിരിച്ചിങ്ങോട്ട് യാത്ര പുറപ്പെട്ടത്. فَإِنْ قَاتَلُوكُمْ فَاقْتُلُوهُمْ كَذَلِكَ جَزَاءُ الْكَافِرِينَ. നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ, അവർ നിങ്ങളോട് യുദ്ധം ചെയ്ത് നിങ്ങളെ കൊല ചെയ്യാൻ വന്നാൽ നിങ്ങൾ പിന്നെ നോക്കി നിൽക്കേണ്ടതില്ല, കൈകെട്ടി നോക്കി നിൽക്കേണ്ടതില്ല, തിരിച്ച് യുദ്ധം ചെയ്തോളൂ. അതാണ് അവർക്ക് കൊടുക്കേണ്ട ഒന്നാന്തരം സമ്മാനം, ജസാ, അവർക്കുള്ള പ്രതിഫലം അതാണ്. അതുതന്നെയാണ് അവർക്ക് കൊടുക്കേണ്ടതും. ഇനി ബട്ട് ഫഇനി തീർന്നില്ല, മേലത്തെ ആയത്തിൻ്റെ കണ്ടിന്യൂഷനാണ്. ഫഇനി തഹൗ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. എന്നാൽ അവർ വിരമിക്കുകയാണെങ്കിൽ, അവർ യുദ്ധത്തിൽ നിന്നൊക്കെ പിന്മാറുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ വിട്ടുകൊടുക്കണം. അള്ളാഹു ഗഫൂറുർ റഹീമാണ്, അള്ളാഹു കാരുണ്യവാനാണ്, പുറത്തു കൊടുക്കുന്ന ആളാണ്. എല്ലാം പൊറുക്കുന്നവനായ റഹ്മാനായ റബ്ബിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അവർ പിന്മാറുകയാണെങ്കിൽ നിങ്ങളും പിന്മാറണം എന്ന്. നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് യുദ്ധം ചെയ്യണം. ഇങ്ങോട്ട് വരുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്യാൻ പോയത്, അല്ലാതെ ഒരിക്കലും ഒരു രാജ്യത്തെ വെട്ടിപ്പിടിക്കാനൊന്നും നിങ്ങൾ പോകേണ്ടതില്ല എന്ന് വ്യക്തമായ സന്ദേശമാണ് പറയുന്നത്. അതിപ്പോൾ ഇന്നത്തെ പാകിസ്ഥാനാണെങ്കിൽ ഇവിടെ വന്ന് ഇന്ത്യയിലൊന്ന് യുദ്ധം ചെയ്യാൻ ഒരു കൽപ്പനയും വിശുദ്ധ ഖുർആനിലില്ല, അതിൻ്റെ ഒരു കാര്യവുമില്ല. എന്തിനാണ് അങ്ങനെ ഒരു, അത് പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക രാജ്യമാണോ, ഏതൊക്കെയാണ് ഇസ്ലാമിക രാജ്യം എന്നുള്ളത് വേറെ വിഷയമാണ്. ഇസ്ലാമിക രാജ്യം എന്നുള്ളൊരു വിഷയം പിന്നെ നമ്മൾ ഇനിയും പഠിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളിപ്പോൾ വിചാരിക്കുന്ന പിന്നെ ഏതെങ്കിലും ഒരു അറബ്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഒരു രാജ്യത്തെ ഇൻസൾട്ട് ചെയ്യുന്നുള്ളതുകൊണ്ട്, ഒരു അറബ് രാജ്യം എടുത്തിട്ട് ഇത് ഇസ്ലാമിക രാജ്യം നമുക്ക് പറയാൻ വകുപ്പുകളുണ്ട്. ചില ഇസ്ലാമിൻ്റെ ഷിയാറുകളൊക്കെ അവിടെ ഉണ്ട് എന്നല്ലാതെ ഇസ്ലാമിൻ്റെ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ കൊണ്ടുവന്ന ആ ഒരു സംവിധാനം, ആ ഒരു അന്ന് മദീനത്ത് ജൂതന്മാരുണ്ട് എന്നുള്ളതാണ്. ക്രൈസ്തവരും ജൂതന്മാരും ബഹുസ്വര സമൂഹത്തിൻ്റെ ലീഡറായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. സമ്പൂർണ്ണ മുസ്ലിം ആധിപത്യമുള്ള രാജ്യം ഉണ്ടാക്കാനല്ലല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കം ഫതഹിന് ശേഷവും മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിക്കുന്ന സന്ദർഭത്തിലും ജൂതന്മാരവിടെ ഇല്ലേ, ക്രിസ്ത്യാനികളില്ലേ, മദീനത്തില്ലേ? അവിടെയൊക്കെ പോയിട്ട് അറ്റാക്ക് ചെയ്യാനും കൊല്ലാനും നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓർഡർ ചെയ്യാമായിരുന്നു. അങ്ങനൊന്നും യുദ്ധം ചെയ്യാനും കൊല്ലാനൊന്നും വിശുദ്ധ ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അള്ളാഹു പറഞ്ഞിട്ടില്ലല്ലോ, ലാ ഇക്രാഹ ഫിദ്ദീൻ, ദീനിൽ യാതൊരു നിർബന്ധവും ഇല്ല. ദീനിൽ ആരെയും കൊല്ലേണ്ട യാതൊരു നിർബന്ധവും ഇല്ല, ആരെയും നിർബന്ധിക്കേണ്ട കാര്യമില്ല ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇഷ്ടമുണ്ടേ വന്നോട്ടെ, എല്ലാ വാതിലും തുറന്നു വെച്ചിട്ടുണ്ട്. വ്യക്തമായ വേദദർശനങ്ങളും പ്രവാചകന്മാരും ഈ ലോകത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കി അള്ളാഹുവിനെ അംഗീകരിച്ച് വരുന്നവർക്ക് വരാം. അവർക്ക് സുന്ദരമായ സ്വർഗീയ ആരാമങ്ങളുണ്ട്. അല്ലാത്തവർക്ക് തോന്നിയ പോലെ ജീവിക്കുന്നവർ തോന്നിയ പോലെ ഈ ദുനിയാവിൽ ജീവിക്കാം. പക്ഷേ അവർക്കുള്ള സമ്മാനം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് പറയണ്ടല്ലോ. وقاتلوهم حتى لا تكون فتنة ويكون الدين لله. മർദ്ദനം തീരുക. ഹത്താ തക്കൂന ഫിത്ന. ഈ കുഴപ്പമുണ്ടാക്കലുണ്ടല്ലോ, ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക. ഇപ്പോൾ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ ഇന്ന് ഇറാൻ അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ നന്നായി എന്നേ പറയേണ്ടുള്ളൂ. ഗത്യന്തരമില്ലാതെയാണ് ഇറാൻ ഇറങ്ങി തിരിച്ചെങ്കിലും ഇത്രയധികം ഉപരോധങ്ങളൊക്കെ സഹിച്ചിട്ടും ആ രാജ്യം അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഇവിടെ ഫിത്ന നടത്തുന്നത് ഇസ്രായേലാണ്. ഇവരാണ് ഈ ഫിത്ന ഉണ്ടാക്കുന്നത്. അവർക്ക് ഇത്രയും നല്ല സൗകര്യങ്ങളും സംവിധാനങ്ങളുള്ള ഒരു സ്ഥലം അവിടെ കിട്ടിയിട്ട് അവിടെ സ്വസ്ഥമായിട്ട് ജീവിച്ചാൽ മതി. എന്തിനാണ് ബാക്കിയുള്ളവരെ ചൊറിയാൻ പോകുന്നത്? അവരാണ് ഫിത്ന ഉണ്ടാക്കുന്നത്. അവർക്ക് കിട്ടിയത് പോരാ, എല്ലാം ഇനി അവരുടെ ആധിപത്യത്തിന് കീഴിൽ കൊണ്ടുവരണം. അതാണ് അവരുടെ ഉദ്ദേശം. ഇറാനെ തകർക്കണം, പശ്ചിമേഷ്യ മുഴുവൻ സ്വന്തമാക്കണം. പിന്നെ ലോകം മൊത്തം അവർക്ക് വേണ്ടി വരും. ലോക കൊളോണിയൽ ശക്തിയായിട്ട് അവർക്ക് മാറണം. ഇതൊക്കെയാണ് ലോകവ്യാപാരം അവരുടെ കയ്യിലാണല്ലോ, അതിൽ സംശയമൊന്നുമില്ലല്ലോ ആർക്കും. അപ്പോൾ ഈ ഒരു ഫിത്ന, ഇത്തരത്തിലുള്ള ഫിത്ന, മക്കക്കാർ നടത്തിയ ഫിത്ന, ആ ഫിത്ന അവസാനിപ്പിക്കുന്നവരെ നിങ്ങൾ, ഇതാ യുദ്ധ സാഹചര്യത്തിൽ ഇറങ്ങിയ ആയത്താണെന്ന് കൂടെ മനസ്സിലാക്കണം.
എന്നിട്ട് ആ ഫിത്ന അവസാനിക്കുന്നത് വരെ, അള്ളാഹുവിനെ അവർ വഴിപ്പെടുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യണം? യുദ്ധം ചെയ്യണം. അപ്പോൾ ഈ ആയത്തെടുത്തിട്ട് ഇന്ന് അള്ളാഹുവിനെ ആരാധിക്കാത്ത രാജ്യങ്ങളിലൊക്കെ പോയിട്ട് യുദ്ധം ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. ആ യുദ്ധ സാഹചര്യത്തിലും സന്ദർഭത്തിലും ഇറങ്ങിയ ആയത്തുകളാണ്. فَإِنِ انْتَهُوا فَلَا عُدْوَانَ إِلَّا عَلَى الظَّالِمِينَ. അവരെങ്ങാനും അതിന്ന് വിരമിക്കുകയാണെങ്കിൽ അവരുടെ ഫിത്ന യുദ്ധത്തേക്കാൾ അഷദ്ദു മിനൽ ഖത്ൽ എന്ന് പറഞ്ഞു. അഷദ്ദു മിനൽ ഖത്ൽ. എന്ത് ഫിത്ന? ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന മനുഷ്യർ, കുഴപ്പം ചില്ലറ ബുദ്ധിമുട്ടൊന്നുമല്ല അവരുണ്ടാക്കിയത്. അവർ മദീന നമുക്കറിയാം, അന്നും ഒരു ബിസിനസ് സിറ്റിയാണ്, ഇന്നത്തെ ദുബായ് ഒക്കെ പോലെ ബിസിനസ് സിറ്റി. അപ്പോൾ ആ ബിസിനസ് സിറ്റിയിൽ വന്നിട്ട് അവിടെ പോകുന്ന യാത്രക്കാരെ ശല്യം ചെയ്യുക, വഴിയാത്രക്കാരെ ആക്രമിക്കുക, ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഫിത്നയെ അവരുണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള വർഷങ്ങളായിട്ട് മദീനയിൽ പരസ്പരം തെറ്റി നിന്നിരുന്ന ഗോത്ര തലവന്മാരെ ഒരുമിച്ച് ചേർത്തിട്ട് അവരെ ഒരുമിച്ച് നിർത്തിയിരുന്ന റസൂലുള്ളാഹിയാണ്. ആ ഗോത്ര തലവന്മാരോടൊക്കെ വന്നിട്ട് ഗീബത്തും നമീമത്തും പറഞ്ഞും പല രീതിയിലും സ്വാധീനിച്ചിട്ടും ആ നബിക്കെതിരെ തിരിച്ച് ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ഫിത്നയും ഇന്ന് ഈ അമേരിക്കയും അതുപോലെ തന്നെ ഈ മോഡേൺ ലോകത്തും ഈ പണി ചെയ്യുന്ന രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളൊക്കെ ഈ പണി തന്നെ ചെയ്യുന്ന ഈ ഫിത്നയാണ്. അത് യുദ്ധത്തെക്കാൾ വലിയ അപകടം ചെയ്യുന്നതാണ്. അത് രാജ്യങ്ങൾ തമ്മിൽ, ഇത് കുടുംബം തമ്മിൽ തെറ്റിക്കുന്നവരുണ്ട്, കുടുംബങ്ങൾ തമ്മിൽ, പാർട്ടികൾ തമ്മിൽ ഇത്തരം ഫിത്ന നടത്തുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫിത്ന ചെയ്യുന്ന ആളുകൾ ആ ഫിത്ന അവസാനിപ്പിക്കുന്നത് വരെ, അല്ലെങ്കിൽ അവർ അതിൽ നിന്നൊക്കെ പിന്മാറുന്നത് വരെ അവരോട് യുദ്ധം ചെയ്യുക. പക്ഷേ ഈ യുദ്ധം ചെയ്യുന്നതും പ്രതികാരം ചെയ്യുന്നതൊക്കെ ഇല്ല അല വാലിമീൻ, അക്രമം ചെയ്യുന്നവരോടല്ലാതെ പാടില്ല. അല്ലാതെ സാധാരണക്കാരെ, സിവിലിയൻസിനെ കൊല്ലാനും അതുപോലെ സാധാരണക്കാരെയും പാവപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലാനൊന്നും ഒരു യുദ്ധ നിയമങ്ങളും ഒരു കാലത്തും ഇസ്ലാം അത് അനുവദിക്കുന്നില്ല എന്ന് വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അശ്ശഹ്റുൽ ഹറാമു ബിശ്ശഹ്രിൽ ഹറാമി വൽ ഹുറുമാതു ഖിസാസ്. അശ്ശഹ്റുൽ ഹറാമു ബിശ്ശഹ്രിൽ ഹറാം. ആദരണീയമായ മാസം ആദരണീയമായ മാസത്തിന് തന്നെയാണ്, ആ മാസം തന്നെയാണ്. ആ ആദരണീയമായ മാസത്തിൽ, ആ ഹുറുമാത്തിൽ അതിൽ വല്ല തരത്തിലുള്ള തിരുത്തലുകൾ ഉണ്ടായാൽ അതും വലിയ തെറ്റ് തന്നെയാണ്. അതായത് പവിത്രമായി യുദ്ധം ചെയ്യാൻ പാടില്ലാത്ത മാസങ്ങളുണ്ട്, ആ മാസങ്ങളിൽ യുദ്ധം ചെയ്യാൻ പാടില്ല എന്നാണ്. അപ്പോൾ യുദ്ധം ചെയ്യാത്ത മാസത്തിൽ വന്നിട്ട് അവർ നമ്മോട് യുദ്ധം ചെയ്താലോ അത് പ്രതിക്രിയ ആവാം. അപ്പോൾ റമദാനിൽ അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ റമദാൻ പവിത്രമായൊരു മാസമാണ്. ഹജ്ജ് നടക്കുന്ന സന്ദർഭത്തിൽ യുദ്ധത്തിന് വരികയാണ്. അപ്പോൾ നമ്മൾ കൈയും കെട്ടി നോക്കിക്കണം എന്നാണോ? അല്ല. ഫമൻ അഅ്തദ അലൈക്കും ഫഅ്തദു അലൈഹി ബിമിസ്ലി മാ അഅ്തദ അലൈക്കും വത്തഖുല്ലാഹ വഅലമൂ അന്നല്ലാഹ മഅൽ മുത്തഖീൻ. അങ്ങനെ ആരെങ്കിലും ആ പവിത്ര മാസത്തിലൊക്കെ അതിക്രമം കാണിച്ചാൽ തുല്യമായ രീതിയിൽ അഅ്തദാൽ ഇങ്ങോട്ട് എങ്ങനെയാണോ അതിക്രമം കാണിച്ചത് അതേ രീതിയിൽ അവരോടും അതിക്രമമാവാം. അള്ളാഹുവെ സൂക്ഷിക്കുക. വത്തഖുല്ലാഹ വഅലമൂ അന്നല്ലാഹ മഅൽ മുത്തഖീൻ. അള്ളാഹുവെ സൂക്ഷ്മതയോടെ ജീവിക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിലാണ്. അള്ളാഹു അവരുടെ കൂടെയാണ് എന്ന് ചേർത്ത് പറയാണ്. എന്നിട്ട് നമ്മളോട് പറയാം, വിശ്വാസികളോട്, وأنفقوا في سبيل الله ولا تلقوا بأيديكم إلى التهلكة وأحسنوا إن الله يحب المحسنين. محسن ആകാനാ പറയുന്നു. മഹ്സിൻ ഇന്നല്ലാഹ് യുഹിബ്ബ്. ഹബ്ബ് എന്ന് പറഞ്ഞ വാക്കിന് അറബിയിൽ അതിരറ്റ സ്നേഹം എന്ന, ഒരു പരിധിക്കപ്പുറത്തേക്കുള്ള സ്നേഹം. സാധാരണ നോർമലി എനിക്കൊരാൾ ഇഷ്ടമാണ്, അല്ലെങ്കിൽ നമുക്ക് ചിക്കൻ ഇഷ്ടമാണ്, ബിരിയാണി ഇഷ്ടമാണെന്ന് പറയുന്നതിന് ആ ഇഷ്ടത്തിനപ്പുറം ഒരു ലഹരി പിടിച്ചൊരു സ്നേഹമാണ്. അത്രക്കും ഹബ്ബ് അള്ളാഹു മെഹ്സിനീങ്ങളോട് കാണിക്കുന്നു തീർച്ചയായിട്ടും. അപ്പോൾ ആരാണ് മെഹ്സിൻ്റെ പ്രത്യേകത? ഇൻഫാഖ് ചെയ്യുന്ന ആളാണ്. ഈ ചിലവാക്കുക എന്നുള്ള കാര്യം ഉണ്ടല്ലോ, കയ്യിലുള്ള പൈസ ചിലവാക്കുക. അത് കുടുംബത്തിന് വേണ്ടിയാവട്ടെ, അയൽവാസികൾക്ക് വേണ്ടിയാവട്ടെ, നാട്ടുകാർക്ക് വേണ്ടിയാവട്ടെ, കൊടുക്കാനുള്ള മനസ്സ്. ഈ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ഹോട്ടലിൽ പോയി ഒരു ഫുഡ് വാങ്ങി നമ്മൾ തിന്നുന്നതല്ലല്ലോ നമ്മൾ കൊടുക്കുക എന്ന് പറയാം.
ഭക്ഷണം വാങ്ങി കൊടുക്കുക, മക്കൾക്ക് കൊടുക്കുക, ഭാര്യയ്ക്ക് കൊടുക്കുക, ഭാര്യ പിന്നെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക് കൊടുക്കുക, കുടുംബത്തിലുള്ളവർക്ക് കൊടുക്കുക, നാട്ടുകാർക്ക് കൊടുക്കുക. ഈ ഇൻഫാക്ക് ചിലവഴിക്കുക ഫീ സബീലില്ല. അപ്പോൾ സബീലില്ലയാണ്, അള്ളാഹിൻ്റെ മാർഗത്തിലായിരിക്കണം. അത് മക്കൾക്കും കുടുംബത്തിനു വേണ്ടി ചിലവഴിക്കുന്നതും അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള കൊടുക്കൽ തന്നെയാണ് കേട്ടോ. അള്ളാഹിൻ്റെ മാർഗത്തിൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഏത് വഴിയാവാം. അത് അയൽവാസികൾക്കാവാം, രക്തബന്ധമുള്ള ആളുകൾക്കാവാം, പിന്നെ അതുപോലെ ഫക്കീറിനാവാം, മിസ്കീനാവാം. അപ്പോൾ അത് നമ്മുടെ ആവശ്യങ്ങൾ കഴിച്ചുള്ളത് ബാക്കിയുള്ള ആളുകൾക്ക് കൊടുക്കുന്നതിനെയാണ് ആ ഇൻഫാക്ക് ചെയ്യുന്ന. അത് ഈ സക്കാത്തിൻ്റെ പുറത്തുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സക്കാത്ത് എന്തായാലും നിർബന്ധ ദാനം, അതിൻ്റെ പുറമെ നമ്മൾ ചിലവഴിക്കുന്ന സ്വതക്കകളെ പറ്റിയൊക്കെയാണ് ഈ പറയുന്നത്. മാത്രമല്ല പൈസ മാത്രമല്ല കേട്ടോ, മറ്റ് ഭൗതിക വിഭവങ്ങൾ. ഇപ്പോൾ ഒരാൾക്കൊരു കാറിൻ്റെ ആവശ്യം, അയൽവാസിക്ക് വന്ന് അവിടെ വണ്ടിയില്ല, പെട്ടെന്ന് ഒരു എമർജൻസി വന്ന് പെട്ടെന്ന് പോകണം, ദൂരെ ബസ് കയറി പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്, നിങ്ങളെ വണ്ടി ഒന്ന് തരും, അതാ എടുത്ത മോനെ എന്ന് പറഞ്ഞു. കാറൊക്കെ നമ്മൾ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന കാര്യമാണ്, ഒന്നും അങ്ങനെ കൈവിട്ട് കൊടുക്കില്ല. അത് എങ്ങനെ ഇടിച്ചാൽ നമുക്ക് പ്രയാസമാണ്, വലിയ കേസും കൂട്ടായിട്ട് നടക്കേണ്ടി വരും. ഇതൊക്കെയാണ് റിസ്ക്കാണ്. പക്ഷേ നമ്മളെന്ത് ചെയ്യുക, അല്ലാഹുവിൽ നമുക്ക് ആ വിശ്വാസം ഉണ്ടായാൽ അള്ളാഹു നമ്മളെല്ലായിടത്തും കാക്കും. നമ്മൾ തവക്കുൽ ചെയ്യുന്നതുമായിട്ട് ഇതിന് നമ്മൾ കൈവിട്ട് കൊടുക്കല്ലല്ലോ. നമ്മൾ പറയാം എന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കൊണ്ടുവരണം, വണ്ടി എവിടെയും തട്ടിക്കരുത് കേട്ടോ മോനെ, സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞൊക്കെ കൊടുക്കുക. ഇനിയിപ്പോൾ അവരല്ല, നമ്മൾ പോകുമ്പോൾ തട്ടൂല എന്ന് എന്തുറപ്പ്? ഈ ആക്സിഡൻറ്റ് റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ വാഹനമായിട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് ഡ്രൈവിംഗ് അറിയാത്തതുകൊണ്ടല്ലല്ലോ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. നമ്മളെല്ലാ നിയമങ്ങളും 100% പാലിച്ച് 4 കണ്ണുമായിട്ട് എല്ലാ മിററും ചെക്ക് ചെയ്ത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ വാഹനം ഓടിച്ചാലും എതിരെ വരുന്നവൻ അക്രമിയായ ഒരുത്തൻ ഹൈ സ്പീഡിൽ വന്നിടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യാനാണ്? അപ്പോൾ ഈ അപകടങ്ങൾ ഉണ്ടാവുക എന്നുള്ളതൊക്കെ അത് അള്ളാഹുവിൽ നിന്നുള്ള കാര്യമാണ്. അപ്പോൾ ദുആ ചെയ്തിട്ട് പുറപ്പെടുക, യാത്രയൊക്കെ ചെയ്യുമ്പോൾ. പിന്നെ ഇത്തരം സന്ദർഭത്തിലൊക്കെ നമ്മൾ പിശുക്ക് കാണിക്കുമ്പോഴൊക്കെ ഒരു വഴി ഈ പിശുക്കും ഇൻഫാക്കും ബഖീലും. ഇൻഫാക്ക് പറഞ്ഞാൽ ചിലവാക്കുന്ന സ്വഭാവമുള്ള മനുഷ്യന്മാർക്ക് അള്ളാഹ് വർദ്ധിപ്പിച്ചു കൊടുക്കുക ചെയ്യാം, സമ്പത്തായാലും എല്ലാം. എന്നാലോ പിശുക്ക് കാണിക്കുന്നവന് ഞെരിക്കുക ചെയ്യാം, അവന് അതുകൊണ്ട് ജീവിക്കേണ്ടി വരും ഉള്ളതുകൊണ്ട്. ഇനി അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ഹജ്ജും ഉംറയും അത് നിങ്ങൾ പൂർത്തിയാക്കുക. ഹജ്ജും ഉംറയും തമത്തു ആയിട്ടാണ് നമ്മളൊക്കെ ഇന്ത്യയിൽ നിന്നൊക്കെ മിക്ക ഹജ്ജും അങ്ങനെ തന്നെ നമ്മൾ ചെയ്യുന്നത്. ഉംറയും ഒന്നിച്ച് തന്നെ ചെയ്യുക. ഇനി ഉംറ വേറെ പോയിട്ട് പിന്നെ ഹജ്ജിന് പോകുന്നവരുണ്ട്. فإن أحصرتم فما استيسر من الهدي ولا تحلقوا رؤوسكم حتى يبلغ الهدي محله. ഇനി നിങ്ങൾ പിന്നെ എന്തെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായാൽ, ബലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുന്നത്, ഉംറ ചെയ്യുന്ന ഫനിഹ് ആ വഴിയിൽ മാർഗത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ എന്ത് ചെയ്യാം? സാധ്യമായ രീതിയിൽ ബലി ചെയ്യാം. فمن كان منكم مريضا أو به أذى من رأسه ففدية من صيام أو صدقة أو نسك. അതായത് നമ്മൾ ഹജ്ജ് കഴിഞ്ഞിട്ട് പിന്നെ മുടിയെടുത്തിട്ട് നമ്മൾ മുടിയെടുക്കുന്ന നിയമമുണ്ട്. മുടി എപ്പോൾ എടുക്കണം എന്നുണ്ട്, ഇഹ്റാം എപ്പോൾ, സൈ എപ്പോൾ, പിന്നെ ഓരോന്നിൻ്റെ മിനയിൽ എപ്പോൾ പോകണം, പിന്നെ അറഫയിലെ സംഗമം, എല്ലാ ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട കർമ്മങ്ങളുടെ ആ ഒരു ഓർഡർ ഉണ്ട്. അത് അതിൻ്റേതായ രീതിയിൽ തന്നെ ചെയ്യണം. അപ്പം ബലി ചെയ്യേണ്ട സന്ദർഭത്തിൽ തന്നെ ബലി ചെയ്യണം. എന്നാൽ ചില പ്രയാസങ്ങളുണ്ടായാൽ നിങ്ങൾ പിന്നെ അതിൻ്റെ യഥാസ്ഥാനം, അതിൻ്റെ സ്ഥലത്തെത്തുമ്പോൾ, അതിൻ്റെ മീഖാത്തുകൾ എത്തുമ്പോൾ തന്നെ മാത്രമാണ് ബലി ചെയ്യേണ്ടത് എന്നും, നിങ്ങൾക്ക് രോഗമോ പ്രയാസമോ ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഇപ്പം നമ്മൾ ബലി ചെയ്യുമ്പോൾ സാധാരണ മുടിയൊന്നും മുറിക്കാൻ പാടില്ല. ബലി ചെയ്ത ശേഷമാണ് അത് പാടുള്ളത്. അതിപ്പോൾ നമ്മൾ പിന്നെ ഉദ്ഹിയ്യത്ത് നാട്ടിൽ അറക്കുന്ന വിഷയത്തിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ എന്തെങ്കിലും വലിയ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ എന്നാണ് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ മുടി മുറിച്ചോളൂ. ബട്ട് നിങ്ങൾ അതിന് പകരമായിട്ട് നോമ്പെടുക്കണം.
മൻകാന മിൻകും മരീദൻ, രോഗാവസ്ഥയൊക്കെ ഉണ്ടാവില്ല, ഇപ്പം മുടിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ വന്ന് അല്ലെ മുടിയിൽ വെട്ടേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായാലും മുടി മുറിച്ചോളൂ. അത് മിറസിഹി ഫഫിദിയത്തും മിൻ സിയാമിൻ ഔ സദഖത്തിൻ ഔ നുസുക്. അപ്പം അതിന് ബദലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നോമ്പെടുക്കണം, അല്ലെങ്കിൽ സദഖ ചെയ്യണം. അതിന് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ആ ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. ഏത് മുടി, അത് ചെറിയ ചെറിയ നിയമങ്ങളാണ്, എന്നാലാവട്ടെ ഇത് ലോകാവസാനം വരെയുള്ള ജനങ്ങൾ ഹജ്ജിനേക്ക് വരുമ്പോൾ അതിൽ പറയേണ്ട ഹജ്ജിൻ്റെ നിയമങ്ങളാണ്. فإذا أمنتم فمن تمتع بالعمرة إلى الحج فما استيسر من الهدي. എന്നാൽ ഹജ്ജിൽ നിങ്ങൾ നോമ്പെടുക്കുകയും ദാനം ചെയ്യുകയൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മുടിയൊക്കെ മുറിച്ച് ഉള്ളൊരവസ്ഥയിൽ നിങ്ങൾ നിർഭയാവസ്ഥയിലാവുകയും ഉംറ നിർവഹിച്ച് ഹജ്ജ് കാലം വരെ സൗകര്യം ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധ്യമായ ബലി, അതായത് ചിലർ ഈ 3 രീതിയിലുള്ള ഹജ്ജുണ്ട്. ഹജ്ജ് എന്ന് പറഞ്ഞപ്പോൾ മക്കയിൽ പോകുന്ന 3 രീതിയിലുണ്ട്. തമത്വമായിട്ട് ചെയ്യുന്നതുണ്ട്, അല്ലെങ്കിൽ രണ്ടായിട്ട് ചെയ്യുന്നതുണ്ട്, അല്ലെങ്കിൽ ഹജ്ജ് മാത്രമായിട്ട് ചെയ്യുന്നുണ്ട്. ഈ 3 രീതി ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ഉംറയ്ക്ക് ഇപ്പം ഹജ്ജ് കാലത്താണല്ലോ ഹജ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അല്ലാത്ത സന്ദർഭത്തിൽ ഉംറ ചെയ്യാൻ വേണ്ടി പോകുന്നവർ ആ ഉംറയുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളാണ് പാലിക്കേണ്ടത്. ഇനി ഒരാർക്കെങ്കിലും ബലി സാധ്യമായിട്ടില്ലെങ്കിൽ 10 നോമ്പ് പൂർണ്ണമായിട്ട് നമ്മൾ അയ്യാമിൻ ഫിൽ വസബഅത്തിൻ ഇദാ റജഅതും ഫമൻ ലം യജിദ് ഫസിയാമു സലാസതി അയ്യാമിൻ ഫിൽ ഹജ്ജി വസബഅത്തിൻ ഇദാ റജഅതും. 10 നോമ്പ് നിർബന്ധമായിട്ടും പൂർണ്ണമായി അനുഷ്ഠിക്കണം. അതിൽ 3 എണ്ണം ഹജ്ജിൻ്റെ സന്ദർഭത്തിലും തിൽക അശറത്തുൻ കാമിലായിട്ട് എന്ത് ചെയ്യണം, 7 എണ്ണം തിരിച്ചെത്തിയ ശേഷമായിട്ട് നോമ്പ് നോൽക്കണം എന്നാണ്. ഇതിപ്പം ഇങ്ങനെ വിശദമായിട്ട് പറയുന്നത് ഹജ്ജിൻ്റെ പഠന ക്ലാസ്സുകൾ വരുന്ന സന്ദർഭത്തിൽ ഹജ്ജുമായിട്ട് കൂടുതൽ പഠിക്കുന്നവർ പഠിച്ചാൽ മതി. കോമൺ ആയിട്ടുള്ള വിഷയമൊന്നുമല്ല, ഹജ്ജിൻ്റെ നിയമങ്ങൾ വിശദീകരിച്ചു തരികയാണ്. ذلك لمن لم يكن أهله حاضر المسجد الحرام واتقوا الله واعلموا أن الله شديد العقاب. മസ്ജിദുൽ ഹറാമിൻ്റെ പുറത്തുള്ളവർ, അതായത് നമ്മൾ പുറത്തുനിന്ന് വരുന്ന ഹാജിമാർക്കാണിത് ബാധകം. മക്കയിൽ താമസിക്കുന്ന ആളുകൾക്ക് ഈ നിയമം ബാധകമല്ല എന്നും നിയമം പറയാണ്. അപ്പോൾ മക്കക്കാർക്ക് ഇത് ചെയ്യേണ്ട. പുറമേ നിന്ന് ഹജ്ജിന് വരുന്നവർ ഈ നിയമങ്ങൾ, ബലിയുടെ നിയമങ്ങളും മുടി മുറിക്കുന്ന നിയമങ്ങളൊക്കെ പാലിക്കണം. അല്ലെങ്കിൽ അവർ നോമ്പെടുക്കുകയും അതിന് പറ്റാത്ത സാഹചര്യം ഉണ്ടായാൽ അവർ മുടി മുറിക്കുന്നതിന് നേരത്തെ മുറിക്കേണ്ടി വന്നാൽ, സമയത്തെ മുറിക്കാൻ പാടുള്ളൂ, പക്ഷേ അതിന് മുമ്പ് തന്നെ മുറിക്കേണ്ടി വന്നാൽ, ബലിയുടെ മുമ്പ് തന്നെ മുറിക്കേണ്ടി വന്നാൽ അവർ നോമ്പെടുക്കണമെന്നും അല്ലെങ്കിൽ സദഖ ചെയ്യണമെന്നും, ഇനിയിപ്പോൾ ബലി ചെയ്യാൻ തന്നെ പ്രയാസപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഈ 10 നോമ്പ് നിർബന്ധമായിട്ട് എടുക്കണം. 3 നോമ്പ് അവിടെ വെച്ചിട്ട് തന്നെ എടുക്കണം, 7 നോമ്പ് നാട്ടിലെത്തിയിട്ട് എടുക്കണം എന്നുള്ള നിയമങ്ങൾ, ശരീഅത്ത് നിയമങ്ങൾ പഠിപ്പിക്കുകയാണ്. അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത് فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج. നിർണിതമായ മാസങ്ങളിൽ അറിയപ്പെട്ട മാസങ്ങളാണ് ഹജ്ജ് മാസം. ആ ഹജ്ജ് മാസം ഒരാൾ ഹജ്ജ് ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നെ അയാളുടെ സ്വഭാവം എന്തായിരിക്കണം? റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ് വമാ തഫ്അലു മിൻ ഖൈരിൻ യഅലംഹുല്ലാഹ് വതസവ്വദു ഫഇന്ന ഖൈറസ് സാദി തഖ്വ വത്തഖൂനി യാ ഉലിൽ അൽബാബ്. അവിടെ പിന്നുള്ള നമ്മുടെ തഫ്അലു മിൻ ഖൈർ, ഒരാൾ ഹജ്ജിനിപ്പോൾ ഒരാൾ തീരുമാനമെടുത്താൽ അയാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ തെറ്റ് ചെയ്യാൻ പാടില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഹജ്ജ് അല്ലേലും തെറ്റ് ചെയ്യാനൊന്നും പാടില്ല. പക്ഷെ ഇവിടെ പറയുന്നത് നീചമായ കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾ, ഫുസൂഖ് വലാ ജിദാല ഫിൽ ഹജ്ജ്, തർക്കത്തിൽ പോലും പെടാൻ പാടില്ല. തെറ്റായ കാര്യങ്ങളിൽ തർക്കത്തിൽ
നിങ്ങൾ ഏർപ്പെടാൻ പാടില്ല. അതുപോലെ തന്നെ ഫുസൂക്കും തെറ്റായ കാര്യവും, പിന്നെ ഹജ്ജിന് വേണ്ടിയുള്ള വിഭവങ്ങൾ ഒരുക്കാനും പറയാണ്. അപ്പം ഇവിടെ വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കും ഹജ്ജിനിപ്പോൾ ഒരു ബാഗ് സെറ്റപ്പ് ആക്കണം, ട്രാവൽ ബാഗ് വേണം, ഉള്ള എമൗണ്ട് പൈസ ഇനിയിപ്പോൾ അവിടെ എത്തിയാൽ മാറാനുള്ള സൗദിയിൽ അവിടുത്തെ കറൻസി ഇതൊന്നും അല്ല. അതൊക്കെ വേറെ വിഷയമാണ്. അതൊക്കെ എന്തായാലും ഒരു ഹജ്ജിന് പോകുന്ന ഒരാൾക്ക് അറിയാലോ. ഇവിടെ പറഞ്ഞ ഹജ്ജിലേക്കുള്ള വിഭവം എന്ന് പറഞ്ഞാൽ എന്താ വേണ്ടത്? ഹജ്ജിന് വേണ്ടി തയ്യാറാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളെപ്പോഴാണ് ഹജ്ജ് ചെയ്യേണ്ടത്? ആ ഒരു ചെറിയൊരു ചർച്ച കൂടി ഈ ആയത്തുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നടത്താം. കാരണം ഇതിൻ്റെ അവസാനം പറയുന്നുണ്ട്, നിങ്ങൾ എന്താണ് അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പായിട്ട് എടുക്കേണ്ടത്? വത്തഖൂനിയ ഉലിൽ അൽബാബ്, ഏറ്റവും യാത്രക്ക് ആവശ്യമായ തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞാൽ ഭക്തിയാണ്. അപ്പോൾ ഭക്തിയാണ് നമുക്ക് കൊണ്ടുപോകേണ്ടത്. ഭക്തി കൊണ്ടാണ് ഹജ്ജിന് പോകേണ്ടത്. അപ്പോൾ ജീവിതത്തെ സൂക്ഷ്മതയുടെ ആ ഒരു എക്സ്ട്രീം ലെവലിൽ, നമ്മൾ എൻലൈറ്റൻമെൻറ്റ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും, ആ ഒരു അവസ്ഥയിൽ എത്തിയിട്ട് വേണം ഹജ്ജിന് പോകാൻ. ഇപ്പോൾ ഒരു ചെറിയ കുട്ടി, ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി, ചെറിയ കുട്ടിയല്ല 10ാം ക്ലാസ് പഠിക്കുന്നത് പറയാം, 15 വയസ്സുള്ള ഒരു കുട്ടി, അവനൊരു ഹജ്ജിന് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവനിപ്പോൾ അവനൊന്നും ജീവിതം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അവന് ആ ഒരു തിങ്കിങ് ലെവൽ ചെറുതാണ്. കുട്ടി ഹജ്ജ് ചെയ്യേണ്ടതെന്നല്ല, ഒരു പക്വതയിലെത്തണം അത്യാവശ്യം. അപ്പോൾ പക്വത എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? അത് പല ഡിപ്പെൻസ്, ചില വ്യക്തികളെ അപേക്ഷിച്ച് വ്യത്യാസമുണ്ട്. ഒരു 40 വയസ്സാണ് ഏറ്റവും നല്ലത്. അതിന് പണ്ഡിതന്മാർക്ക് ഇടയിലൊക്കെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബൂവത്ത് കിട്ടിയൊരു പ്രായമാണ്. മാത്രമല്ല ഒരു പക്വതയുടെ പാരമ്യത, പിന്നെ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ, അതുവരെയൊക്കെ നമ്മളിങ്ങനെ എടുത്തു ചാടി ജീവിതത്തിൽ പല പല അബദ്ധങ്ങളൊക്കെ പറ്റി, മാത്രമല്ല കുറേയൊക്കെ ജീവിതാനുഭവങ്ങൾ വരണം. അപ്പോഴാണ് നമുക്ക് അള്ളാഹുവിനെ ശരിക്കും തിരിച്ചറിയാൻ നമ്മുടെ ജീവിതത്തിലൂടെയാണ്. അപ്പോൾ ഈ ജീവിതം, അതുകൊണ്ടാണ് ഈ പ്രായം പിന്നെ സാമ്പത്തികമായിട്ട് നമ്മൾ പക്വത എത്തണം. ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. ഹജ്ജിന് ഇപ്പോൾ ഇത്ര വലിയ ചിലവില്ല, ലക്ഷങ്ങൾ ചിലവഴിക്കാനുള്ള സാമ്പത്തിക അവസ്ഥ എത്തണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതില്ലാത്ത പോകേണ്ട കാര്യമില്ല, ഇല്ലാത്ത പോകേണ്ടതില്ല. എന്നാൽ ഈ ഹജ്ജിന് നിയത്ത് ചെയ്തിട്ട് ഒരാൾ ഹജ്ജിലേക്ക് മൂവ് ചെയ്യുന്ന സന്ദർഭത്തിൽ അയാൾക്ക് വേണ്ടത് തഖ്വയാണ്. അപ്പോൾ ഒരു ഹാജിയുടെ തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം തഖ്വ മൂലധനമാക്കിയിട്ട് സൂക്ഷ്മത മൂലധനമാവുക. ഒരു കാര്യം ഹജ്ജ് ഉംറയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ഒരാളെടുത്ത് കഴിഞ്ഞാൽ ഹജ്ജിന് പോകണം, പൊരുത്തപ്പെട്ട് തരണം എന്ന് പറയുമ്പോൾ ഫോർമലി അവരെന്ത് ചെയ്യും? നമ്മൾ സലാം പറഞ്ഞാൽ മടക്കണ പോലെ അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം എന്ന് പറയുന്ന പോലെ ഫോർമൽ വർത്താനാവും. അതിലപ്പുറത്തേക്ക് നമ്മൾ കാര്യങ്ങൾ എടുത്ത് പറയണം. ഏട്ടാ, നമ്മൾ കഴിഞ്ഞ 2015 നമ്മളൊരു ഒരുമിച്ച് ചേർന്നൊരു ബിസിനസ് എടുത്ത് എനിക്ക് ഓർമ്മയല്ലേ, കുറച്ച് കാലം ഉണ്ടായിരുന്നുള്ളൂ, 5-6 മാസം കൊണ്ട്. പിന്നെ നമ്മളത് പൂട്ടിപ്പോയി. അതിൻ്റെ പൈസ ഒക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത്. എന്നാലും അന്ന് ആ പിരിയണ സമയത്ത് എനിക്ക് ചില വിയോജിപ്പുണ്ടായിരുന്നു. കാരണം നീ അന്ന് ആ ഒരു സ്ഥലം, ആ ഒരു വിഷയമൊക്കെ നീ അന്ന് പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ പൈസൻ്റെ തീരുമാനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പരസ്പരം അംഗീകരിച്ചതാണ്. നിന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് അതിലെനിക്കിപ്പോൾ പരാതി ഉണ്ടോ? അപ്പോൾ ഓൻ ചോദിക്കും നമ്മളോട്, അതെന്തപ്പം എനിക്ക് ഇങ്ങനെ ഒരു ചോദ്യം? അല്ലെങ്കിൽ എനിക്ക് അന്നേ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു, അന്ന് നീ ഈ പറഞ്ഞതിൽ എന്തോ ഒരു തിരുത്തുള്ള പോലെ എനിക്ക് തോന്നി. പിന്നെ എപ്പോഴും എൻ്റെ മനസ്സിൽ ആ ഒരു വിഷയം ഉണ്ടാവില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. അപ്പോൾ അവൻ പറയും, അതൊരു വിഷമം തന്നെയായിരുന്നു. കാരണം അന്ന് ഞാനൊരു 1,00,000 രൂപ എക്സ്ട്രാ ഇതിൻ്റെ കയ്യിൽ നിന്ന് ചിലവാക്കിയിട്ടാണ് ആ പുറത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത്. അത് നമ്മളെ കണക്കിലൊന്നും വന്നില്ല. അപ്പോൾ ഞാൻ ആ 1,00,000-ൽ ഒരു 50,000 എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ നീ അത് ശക്തമായിട്ട് എതിർത്തു. നീ പറഞ്ഞിട്ടല്ല, ഒരു ബിസിനസ് ആകുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. പിന്നെ ഞാനും അത് പൊരുത്തപ്പെട്ടതാ എന്ന് പറഞ്ഞു. അല്ല, നീ 50,000 വെച്ചോ, ഞാൻ ആ പൈസ തരാം. അവന് എതിർപ്പൊന്നും പറഞ്ഞില്ല. കാരണം അവന് കിട്ടേണ്ട ഒരു അവകാശമാണ് എന്ന് ആ സംസാരത്തിൽ തന്നെ അയാൾക്ക് മനസ്സിലായി. 50,000 അവനിപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് സ്റ്റിൽ. അങ്ങനെ 50,000 അവനക്ക് കൊടുത്തു. ഓക്കെ, അപ്പോൾ അവിടെ എന്തായി? ആ വിഷയം സോൾവായി. 50,000 കൊടുത്തിട്ട് നമ്മൾ പിന്നെയും ചോദിക്കുക അവനോട്, എടാ എനിക്ക് പിന്നെ ഞാൻ അന്ന് എൻ്റെ ഒരു ദേഷ്യത്തിൽ, ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു ദേഷ്യത്തിൽ ഞാൻ എന്നോട് 2 വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു വിഷയം. അപ്പോൾ അത് മനസ്സിൽ വെച്ചേക്കരുത്.
അപ്പം ഈ 50,000 കിട്ടിയോടുകൂടെ അല്ലെങ്കിൽ 50,000-ത്തേക്കാൾ വിലമതിപ്പുള്ള ആ പഴയ സുഹൃത്തുക്കളായിരുന്ന ബിസിനസ് പാർട്ട്നേഴ്സായിട്ടുള്ള ഇവർ ഈ സ്നേഹത്തോടുള്ള ഈ സംസാരം തന്നെ അവൻ 50,000-ത്തിൻ്റെ മേലെ വിലമതിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇവന് എഴുന്നേറ്റ് നിന്നിട്ട് ഇവൻ്റെ കൈയൊക്കെ പിടിച്ചിട്ട് നീ 50,000 വെച്ചോ, എനിക്ക് വേണ്ട എന്ന് തിരിച്ച് പറയാണ്. അപ്പോഴും അല്ല എന്ന് പറഞ്ഞ് അത് തിരിച്ച് കൊടുത്തു. അവർ വലിയൊരു സ്നേഹബന്ധം ഉണ്ടാക്കി. എന്നിട്ട് പറയണം, പ്രിയമുള്ള സുഹൃത്തെ, നീ എൻ്റെ ഇത്രയും കാലത്തെ സുഹൃത്തായിരുന്നു, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പിന്നെ നിന്നോട് ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് വരണം, ഞാൻ ഹജ്ജിന് പോവാണ്. ഇതാണ് തഖ്വ. ഇതാണ് തഖ്വ. ഇത് കൽബ് തട്ടിയിട്ട് വ്യക്തിബന്ധങ്ങൾ കീറിമുറിച്ച് ഒരു മനുഷ്യൻ 40 കൊല്ലം ജീവിച്ചിട്ടുണ്ടെങ്കിൽ 40ാമത്തെ വയസ്സിലാണ് ഹജ്ജിന് പോകുന്നതെങ്കിൽ ആ ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട് ജീവിതത്തിൻ്റെ 40 കൊല്ലത്തിൽ പിന്നോട്ട് സഞ്ചരിച്ച് കഴിഞ്ഞ ജീവിതത്തിൽ എവിടെയൊക്കെ തകരാറുണ്ടോ, എവിടെയൊക്കെ പാളിച്ചകളുണ്ടോ എന്ന് കീറിമുറിച്ച് പരമാവധി നമുക്ക് എത്രത്തോളം പറ്റുമോ അത്രത്തോളം പിന്നോട്ട് യാത്ര പോയിട്ട് എവിടെയൊക്കെ ബന്ധങ്ങളിൽ വിള്ളലുണ്ടായോ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് മാത്രം ഹജ്ജ് ഒരു ഹാജിയായിട്ട് നമ്മൾ ഇറാൻ കെട്ടേണ്ടതുള്ളൂ, നമ്മൾ ഒരുങ്ങേണ്ടതുള്ളൂ. അതാണ് ആദ്യത്തെ. നിങ്ങളിപ്പോൾ അടുത്ത കൊല്ലം ഹജ്ജിന് പോകാൻ, 5 കൊല്ലം മുമ്പ് ഹജ്ജിന് പോകാൻ നിങ്ങളുടെ നീയത്തുണ്ടെങ്കിൽ പ്രിയമുള്ള സഹോദരന്മാരെ, നിങ്ങളങ്ങനെ നീയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ തുടങ്ങണം അതിൻ്റെ ജോലി. 1 രൂപ എവിടെയെങ്കിലും കൊടുക്കാനുണ്ടോ? സാമ്പത്തിക ഒന്നാമത്തെ ഘടകമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുക അതൊക്കെ അങ്ങനെയല്ലേ, അന്ന് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് കിട്ടിയല്ല, അതിനിപ്പോൾ എന്തിനാ തിരിച്ചു കൊടുക്കണത്? അങ്ങനെ അല്ല. അവരുടെ മനസ്സിൽ എങ്ങനെ ഉണ്ടോ അത് ക്ലിയർ ആക്കിയിട്ടേ വ്യക്തിപരമായിട്ട് സാമ്പത്തികമായ ഇടപാടുകൾ. ഇനി സാമ്പത്തികമൊന്നും അല്ല കേട്ടോ, വാക്കാണ് ഏറ്റവും വലിയ പ്രശ്നം. പദം, ചില വാക്കുകൾ പ്രയോഗിച്ചത് അസ്ഥാനത്ത് ചില സന്ദർഭത്തിൽ കുടുംബം ഒന്നിച്ച് കൂടിയിരിക്കുന്ന സമയത്ത് ഒരു പ്രയോഗം, ഒരു ഉദാഹരണം പറയാം. ഒരു പള്ളി കമ്മിറ്റി മീറ്റിംഗ് നടക്കുകയാണ്. ചില കാരണങ്ങളാൽ 2 ദമ്പതികൾ പിരിയാൻ പോവുകയാണ്. അവർ തമ്മിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. ആ പെണ്ണിന് ഈ ആണിൻ്റെ കൂടെ ജീവിക്കണ്ട എന്ന് കമ്മിറ്റിയെ അറിയിച്ചു. ഇനി താല്പര്യമില്ല, അങ്ങനെ പിരിയാൻ പോവുകയാണ്. പക്ഷേ കൂടിയിരിക്കുന്നവർക്കൊക്കെ മനസ്സിലായി ചെറിയ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ, ഇവരൊന്ന് 10 മിനിറ്റ് കൂടിയിരുന്ന് സംസാരിച്ച് തീരാവുന്ന വിഷയങ്ങളൊക്കെ ഉള്ളൂ, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ മനസ്സിലാക്കിയ ആ കൂട്ടത്തിലുള്ള ഒരു സഹോദരി, ഒരു അറിവുള്ളൊരു പെണ്ണ് ഈ മീറ്റിങ്ങിൽ വെച്ചിട്ട് പറഞ്ഞു കമ്മിറ്റിക്കാരോട്, ഈ ത്വലാഖുമായിട്ട് ബന്ധപ്പെട്ട നിയമത്തിൽ ഒരു വിനയമുള്ളൊരു സ്ത്രീയാണ്. വിനയമുള്ളൊരു സ്ത്രീ പറയാ, ത്വലാഖുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ പഠിച്ചിട്ടുള്ളത് 1-ാം ത്വലാഖിന് ശേഷം ഭാര്യ ഭർത്താവിൻ്റെ ചിലവിൽ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കണം എന്നാണല്ലോ. അതുകൊണ്ട് ഈ കമ്മിറ്റിയുടെ ഒരു തീരുമാനമായിട്ട് ത്വലാഖ് ഇപ്പം ചൊല്ലുകയാണെങ്കിൽ തന്നെ ഓളോ അവൻ്റെ വീട്ടിൽ നിന്നോട്ടെ. ഇപ്പോൾ ഒരു 2-3 കൊല്ലമായിട്ട് ഓല അകന്ന് ജീവിക്കായിരുന്നല്ലോ, എന്നിട്ടാണല്ലോ ഈ ത്വലാഖൊക്കെ വരുന്നത്. അപ്പോൾ ഒന്ന് അവൻ്റെ വീട്ടിൽ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ഖത്തീബ്, അവിടുത്തെ പണ്ഡിതൻ, അവിടുത്തെ ദീനീ സംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരാൾ ഒറ്റ വാക്കിൽ പറയാ, അതൊന്നും ഇപ്പോഴത്തെ കാലത്ത് നടക്കൂലെന്ന്. ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും നടക്കൂലെന്ന് എന്നുവെച്ചാൽ ഈ ഇസ്ലാം ഇതിന് ചേർന്നതല്ലല്ലോ എന്ന്, ഇസ്ലാം ഇതിന് വേണ്ടതല്ലല്ലോ എന്ന്, ഇന്നത്തെ കാലത്ത് സ്യൂട്ടല്ലല്ലോ എന്ന് ആ ഭർത്താവിൻ്റെ മനസ്സ് പറയാണ്. ആ ഭർത്താവ് ആഗ്രഹിച്ചു പോയി, ഈ ഭാര്യ എങ്ങാനും എൻ്റെ കൂടെ ഇപ്പം നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ആ ഒരു സന്ദർഭം മാത്രം മതിയായിരുന്നു ഈ ഞങ്ങൾ ഒന്നിച്ചുള്ള ജീവിതത്തിലേക്ക്. പിന്നെ ഈ ഭർത്താവും ഭാര്യയും തമ്മിൽ പിന്നെയും പ്രശ്നങ്ങളായി. എത്രയോ വർഷങ്ങൾ വില അകന്നു, ഡിവോഴ്സ് ചെയ്തു, വർഷങ്ങളോളം പിന്നെ അവർ അകന്നു നിന്നു. പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ, അതിനുശേഷം ഈ ഭർത്താവ് വേറെ വിവാഹം കഴിക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഒരുപാട് ബുദ്ധിമുട്ട്. പിന്നെ അവർ ഒരുമിക്കാൻ തീരുമാനിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, ചെറിയ ഒരു വാക്ക് മതി വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാൻ. ഇത് കുടുംബ ബന്ധങ്ങളും രക്തബന്ധങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ സർവ്വസാധാരണമായിട്ട് നടക്കുന്ന വിഷയങ്ങളാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഹജ്ജിന് നിങ്ങൾ തയ്യാറാവുണ്ടെങ്കിൽ ഇതൊക്കെ തിരുത്തണം. നമ്മൾ ഫോർമലായിട്ട് നമ്മൾ ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ ഹജ്ജ് ചെയ്യാൻ പോകണോലും ഉംറ ചെയ്യാൻ പോകണോലും ഒക്കെ മനസ്സിൻ്റെ ഉള്ളിൽ സ്റ്റാറ്റസ് ഇടാനാണ്. സ്റ്റാറ്റസ് ഒന്ന് ഹൈറ്റപ്പ് ചെയ്യാൻ വേണ്ടി നടക്കുന്ന പരിപാടിയാണ് ഇന്നത്തെ ഹജ്ജ്. തുറന്ന് പറയാലോ, പേരുണ്ടാക്കാൻ. അതുകൊണ്ട് തന്നെ ആദ്യം പറയാം, കൈ പിടിച്ചിട്ട് ഞാൻ ഹജ്ജിന് പോവാണ്, എനിക്കൊക്കെ പൊരുത്തപ്പെട്ട് തരണം. അങ്ങനല്ല, എനിക്കൊക്കെ പൊരുത്തപ്പെട്ട് തരണം എന്ന് പറഞ്ഞ് പൊരുത്തപ്പെടുപ്പിച്ച ശേഷമാണ് ഹജ്ജിൻ്റെ കാര്യം പറയേണ്ടത്, ഉംറയുടെ കാര്യം പറയേണ്ടത്. ഇത് എല്ലാവരും ഒന്ന് ഈ ഹജ്ജിന് പോകുന്നവർ ഒന്ന് ഈ വിഷയം ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ലൈസ അലൈക്കും ജുനാഹുൻ
أن تبتغوا فضلا من ربكم. അവിടെ ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രയിൽ ഈ പൂർണ്ണമായും ദുനിയാവിനെ വെടിഞ്ഞ് പിന്നെ ഒരു രീതിയിലും ദുനിയാവുമായിട്ട് ബന്ധമില്ലാത്ത അവസ്ഥയിൽ ആവണം എന്നല്ല. നിങ്ങൾ ഭൗതികമായ കാര്യങ്ങളിൽ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ നിങ്ങൾ ചെയ്തോളൂ തന്നെ, അള്ളാൻ്റെ ഫളല് തേടിക്കോളൂ തന്നെയാണ്. അതിൻ്റെ വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റി വെക്കണമെന്നൊന്നും എവിടെയും പറയുന്നില്ല. فإذا أفضتم من عرفات فاذكروا الله عند المشعر الحرام. അപ്പോൾ അവിടെ എങ്ങനെയാണോ അള്ളാഹുവിൻ്റെ പിന്നെ ഹജ്ജ് ചെയ്യേണ്ടത്, അള്ളാഹുവിനെ ദിക്ർ ചെയ്യേണ്ടത് എവിടെയാണോ മസ്ജിദുൽ ഹറാമിലെത്തിയിട്ട് ആ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ എങ്ങനെയാണോ അള്ളാഹുവിനെ സ്മരിക്കേണ്ടത് ആ സന്ദർഭത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായിട്ട് സ്മരിച്ചു കൊള്ളുക. വദ്കുറൂഹു കമാ ഹദാകും വഇൻ കുൻതും മിൻ ഖബ്ലിഹി ലമിനദ്ദാല്ലീൻ. എങ്ങനെയാ പ്രകീർത്തിക്കാൻ പറഞ്ഞത്, എങ്ങനെയാ ലബ്ബൈക പറയാൻ പറഞ്ഞത്, എവിടെയാ പ്രകീർത്തിക്കേണ്ടത്, അത് അങ്ങനെ തന്നെ പ്രകീർത്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃകയായിട്ട് ഹജ്ജ് തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഹജ്ജ് ചെയ്തു? ഒറ്റ ഹജ്ജ്. ലോകത്തിന് മുഴുവൻ മാതൃകയാക്കിയിട്ടുള്ള ഒരൊറ്റ ഹജ്ജ്. ആ ഹജ്ജിനെ പിന്തുടരാനുള്ള കൽപ്പനയാണ്. അല്ലാത്തവർ അത് തോന്നിയ പോലെ ചെയ്യുന്നവരാണെങ്കിൽ അവർ വഴി പിഴച്ചവരാണ്, അവരുടെ ഹജ്ജ് സ്വീകാര്യയോഗ്യമല്ല. ثم أفيضوا من حيث أفاض الناس واستغفروا الله إن الله غفور رحيم. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ മീഖാത്ത് നിന്ന് അവസാനമായിട്ട് തവാഫ് ചെയ്തിട്ട് വിദാഇൻ്റെ ഒരു തവാഫുണ്ട്. അവസാനം കഅബയെ ഒന്ന് തവാഫ് ചെയ്തിട്ട് അവസാനം മടങ്ങുന്ന ഒരു വല്ലാത്ത നബിയുടെ മണ്ണിൽ നിന്ന് മക്കയിൽ നിന്ന് മടങ്ങുന്ന അവസാനത്തെ ഒരു സന്ദർഭമുണ്ട്. അതിനെപ്പറ്റി പല വയലുകളിലും കേട്ടിട്ടുണ്ട്. ഞാൻ ഹജ്ജ് ചെയ്തിട്ടില്ല പ്രിയമുള്ളവരെ. അള്ളാഹു എനിക്കും തൗഫീഖ് ചെയ്യട്ടെ. തൗഫീഖ് ചെയ്യണേ അള്ളാഹ്, ചെയ്യട്ടെ എന്നുള്ള ദുആ ഒരിക്കലും നല്ലതല്ല, ശരിയല്ല. പലരും കുമാറാകണേ, ചെയ്യട്ടെ, കുമാറാകണേ, ചെയ്യട്ടെ എന്ന് പറയാൻ ആരാ ഓർഡർ ഇടാൻ പലപ്പോഴും തോന്നലുണ്ട്. വളരെ ഇങ്ങനെ ദുആ ചെയ്യുന്നവരോടൊരു ഒരു മനസ്സിനൊരു മടുപ്പ് തോന്നാറുണ്ട്. കുമാറാകണേ, അള്ളാഹിനോട് പ്രാർത്ഥിക്കുക നേരിട്ട്. അള്ളാഹു അകലെയല്ല, അള്ളാഹുവോട് നേരിട്ടാവുക പ്രാർത്ഥനകളൊക്കെ. അള്ളാഹുവെ കേൾക്കുന്ന എല്ലാവർക്കും, ഈ ശബ്ദം കേൾക്കുന്ന, എൻ്റെ കലാമിനെ കേൾക്കുന്ന എല്ലാവർക്കും അള്ളാഹുവെ ജീവിതത്തിൽ മരിക്കുന്നതിൻ്റെ മുമ്പ് ഒരു ഹജ്ജ്, അതും മഖബൂലും, ഒരുപാട് ഹജ്ജ് എന്ന് പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തതാണ്. 2 ഹജ്ജ് ചെയ്യാൻ പോകുന്ന ആൾ 3-ാമത്തെ ഹജ്ജിന് പോകുന്ന ഒരാളെ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത പ്രയാസം തോന്നി അയാളോട്. അത് നാട്ടിൽ നിന്ന് ഇത്രയും പൈസ ചിലവാക്കി അയാൾ ഹജ്ജിന് പോവാണ്. അപ്പോൾ അയാൾക്ക് ഒരു പക്ഷേ വാദം ഉണ്ടാവും, ഞാൻ 2-3 ഹജ്ജ് ചെയ്യണം, നിങ്ങൾക്ക് എന്താന്ന് പ്രശ്നമുണ്ട് സഹോദരന്മാരെ. എത്ര പണം നിങ്ങൾ പൊടിച്ചു കളയുന്നത് ഹജ്ജിന് വേണ്ടിയാണ്. അത് നിങ്ങൾക്ക് ന്യായീകരിക്കാം. ഇത്രയും പണമുണ്ട്, ഞാൻ ഒരുപാട് സദഖ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല, ഞാൻ എത്ര ഹജ്ജും വേണേൽ ചെയ്യുന്നൊക്കെ പറയുന്നവരോട് പറയാം, നിങ്ങൾ ഒരു ഹജ്ജ്, നബി അതല്ലേ ചെയ്തോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറ്റാത്തതുകൊണ്ടല്ലല്ലോ. പിന്നെ എത്ര 10 വർഷത്തോളം പിന്നെ അവിടെ മദീനത്ത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചില്ലേ? മദീന ജീവിതത്തിന് ശേഷവും പിന്നെ മക്കയിൽ വന്നില്ലേ? പിന്നെ ഹജ്ജ് ചെയ്യാമായിരുന്നില്ലേ? പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അത് ഒരു മാതൃകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാത്തിലും നമുക്ക് ഉത്തമ മാതൃകയാണ്. എന്ന് കരുതി ഒരു ഹജ്ജേ ചെയ്യാൻ പാടുള്ളൂ എന്നല്ല. ഹജ്ജ് മക്കയിലുള്ള അല്ലെങ്കിൽ ജിദ്ദയിലോ പരിസരത്തൊക്കെ ഉള്ള ആളുകൾക്ക് സമയവും സാഹചര്യവും സന്ദർഭം കിട്ടിയാൽ ചെയ്തോളൂ, അതല്ല പറയുന്നത്. ഇത്രയും പണം പൊടിച്ചിട്ട് ഈ നാട്ടിൽ നിന്ന് ലക്ഷങ്ങൾ മുടക്കി പോകുമ്പോൾ ആ പണം ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ, ഒരു മിസ്കീനോ യത്തീമിനോ അഗതിക്കോ ഒരു ആലംബമായിട്ട് മാറാൻ ആ സമ്പത്ത് നിങ്ങൾ ഹജ്ജ് ചെയ്യേണ്ടതിൻ്റെ ഇരട്ടി കൂലിയാ കിട്ടുക, അതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് പറയാം, നിങ്ങളൊരു ഹജ്ജ് ചെയ്തിട്ടുണ്ട്, അതിൽ തൃപ്തിപ്പെട്ട് ബാക്കിയുള്ള പണങ്ങൾ ഇൻഫാക്ക് ചെയ്യുക, അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ചേർത്ത് പറയുന്നതോടൊപ്പം പ്രിയമുള്ളവരെ, കേൾക്കുന്ന നിങ്ങൾക്ക് എനിക്കൊക്കെ മഖബൂലും മബ്രൂറുമായ അള്ളാഹു സ്വീകരിക്കുന്ന സ്വീകാര്യയോഗ്യമായിട്ടുള്ള അള്ളാഹുവിങ്കൽ സ്വീകരിക്കണം അങ്ങനെയുള്ളൊരു യഥാർത്ഥ ഹജ്ജ് നിർവഹിക്കാൻ, ഒരു കുഞ്ഞ് ഫിത്രത്തിൽ ജനിച്ച പോലെ
എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുന്ന രീതിയിൽ അങ്ങനെ ആവട്ടോ. നമ്മൾ ഹജ്ജ് ചെയ്തുകൊണ്ടല്ല അത്. നമ്മൾ ഹജ്ജിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ ജീവിതത്തിൻ്റെ എല്ലാം പിന്തിരിഞ്ഞ് നോക്കി എല്ലാം പൊരുത്തപ്പെടുവിച്ച് കൊടുക്കാനുള്ള ബാധ്യതയൊക്കെ നീട്ടിക്കഴിഞ്ഞ് നമ്മുടെ മനസ്സ് അത്രത്തോളം ഇഖ്ലാസിൽ മുഹ്സിനായിട്ട് നമ്മൾ പോയിട്ട് ഹജ്ജ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ജനിച്ച കുട്ടിയെ പോലെ ആയില്ലേ. അതുതന്നെയാണ്. അങ്ങനെയാണ് ഹജ്ജിലേക്ക് നമ്മൾ എത്തേണ്ടത്. ഹജ്ജിലേക്ക് നമ്മൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടൊക്കെ ഒരുങ്ങണം. അള്ളാഹുവെ ജീവിതത്തിൽ ഒരിക്കലും മരിക്കുന്നതിൻ്റെ മുമ്പ് മലക്കുൽ മൗത്ത് വരുന്നതിൻ്റെ മുമ്പ് ഒരിക്കൽ ആ പുണ്യ മണ്ണിൽ ചെന്നിട്ട് കഅബ ഷരീഫിൻ്റെ മുമ്പിൽ ഒന്ന് തവാഫ് ചെയ്തിട്ട് അവിടെ സുജൂദ് ചെയ്യാൻ, അള്ളാഹുവെ പരിശുദ്ധ ഹബീബിൻ്റെ റൗള ഷരീഫ് ഒന്ന് പോയിട്ട് കണ്ണുകൊണ്ട് കാണാൻ, ആ മക്കയുടെ മദീനയുടെ പുണ്യഭൂമിയിൽ അംബിയ മുർസലുകളുടെ ആ പുണ്യഭൂമി നേരിട്ട് കാണാൻ അള്ളാഹുവെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സൗഭാഗ്യം ചെയ്തു തരണേ അല്ലാഹ്. ആ ഹജ്ജ് മഖബൂലും മബ്റൂറുമായി ഞങ്ങൾക്ക് എല്ലാവർക്കും നിർവഹിക്കാൻ അള്ളാഹുവെ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. സുമ്മ അഫീദു, അതായത് ഇനി ഹജ്ജിൻ്റെ അവസാന സന്ദർഭത്തിൽ നിങ്ങൾ പിരിഞ്ഞു പോകാനുള്ള സ്ഥലം പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് തന്നെ നിങ്ങൾ പിരിഞ്ഞു പോവുകയും ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്യുക. അസ്തഗ്ഫിറുല്ലാഹ് ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. ഇസ്തിഗ്ഫാർ ചെയ്യാൻ വേണ്ടി പറയാം. അള്ളാഹുവോട് പാപമോചനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളിൽ ഏർപ്പെടാൻ പറയാം. ഫഇദാ ഖളൈതും മനാസികകും ഫദ്കുറുല്ലാഹ കദിക്രിക്കും ആബാഅക്കും ഔ അശദ്ദ ദിക്റാ. വല്ലാത്തൊരു പ്രയോഗം അവിടെ പറഞ്ഞത്. ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിച്ച് കഴിഞ്ഞാലേ നിങ്ങൾ ആ സ്ഥലത്ത് വെച്ചിട്ട് നിങ്ങൾ അള്ളാഹിനെ ഓർക്കണം. കഅബ ഷരീഫിൻ്റെ മുമ്പിൽ വെച്ചിട്ട് അള്ളാഹിനെ ഓർക്കണം. ചിലപ്പോൾ നമ്മൾ സെൽഫി എടുക്കണവന് അള്ളാഹിനെ ചിലപ്പോൾ ഓർമ്മയിൽ വരില്ല. സെൽഫി എടുക്കുന്നത് തെറ്റാന്നൊന്നും പറയല്ല, ഹറാമാന്നും പറയുന്നില്ല. പക്ഷേ അതൊക്കെ ശരിയല്ല. നമ്മളിപ്പോൾ ഹജ്ജൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഉംറ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ പോയതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി കഅബയൊക്കെ വെച്ചിട്ട് നമ്മളൊരു ഫോട്ടോ എടുക്കുന്നതും സ്റ്റാറ്റസ് ആക്കുന്നതൊക്കെ നല്ലതാണ്, തെറ്റൊന്നുമല്ല. പക്ഷേ നമ്മുടെ നീയത്ത് മാറിപ്പോകരുത്. നമ്മൾ ആളുകളുടെ മുമ്പിൽ ഷോ കാണിക്കാനുള്ള ഒരു അവസ്ഥയായിട്ട് അതിനെ നമ്മൾ മാറ്റരുത്. അള്ളാഹുവിൻ്റെ ഓർമ്മ നമുക്കുണ്ട്. അള്ളാഹിനെ ഓർക്കണം. നിങ്ങൾ അള്ളാഹിനെ ഓർക്കണം. മാത്രമല്ല കദിക്രിക്കും, നിങ്ങളെ ബാപ്പാനെ ഓർക്കണ പോലെ ഓർത്താൽ പോരാ. നമ്മൾ ബാപ്പനെ പൂർവ്വപിതാക്കൾ ഓർക്കൽ എങ്ങനെയാണ്? ബാപ്പക്ക് ആ ഒരു നന്ദി പോരാ. നിങ്ങളെക്കാൾ ഏറ്റവും നന്നായിട്ട് ഏറ്റവും നല്ല കഠിനമായിട്ട് അള്ളാഹു ഓർക്കേണ്ട സന്ദർഭമാണ്. فمن الناس من يقول ربنا آتنا في الدنيا وما له في الآخرة من خلاق. അടുത്തിട്ട് അള്ളാഹുവിനെ ഓർക്കുന്ന ചില ആൾക്കാർ അടുത്ത് പ്രാർത്ഥന മൊത്തം അള്ളാഹുവേ എനിക്ക് പണം ഉണ്ടാക്കണേ, അള്ളാഹുവേ എൻ്റെ ബിസിനസ് ശരിയാക്കണേ, അള്ളാഹുവേ എൻ്റെ വീട് നന്നാക്കി തരണേ, അള്ളാഹുവേ എൻ്റെ പൈസ അത്ര ആക്കണേ ഇത്ര ആക്കണേ. സമ്പത്തും ദുനിയാവും മാത്രം പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കതല്ല കൊടുത്തേക്കാം. പക്ഷേ ഫിൽ ആഖിറത്തി മിൻ ഖലാഖ്, ആഖിറത്തിലേക്ക് യാതൊരു വിധത്തിലുള്ള ഒന്നും അവർക്ക് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ഏറ്റവും നല്ല ദുആയാണ് കേട്ടോ അഹ്സന ദുആ. ഈ ദുനിയാവിലും അള്ളാഹു ഞങ്ങൾക്ക് ഹസനത്ത് തരണേ, നല്ലത് ഖൈറായ നല്ല നല്ല കാര്യങ്ങൾ തരണേ. വഫിൽ ആഖിറത്തി, പരലോകത്തും ഹസനത്ത് തരണേ. ഇതെപ്പോഴും നമ്മൾ ദുആ ചെയ്യേണ്ട ദുആയാണ്. ഹനഫി മദ്ഹബിലെ നിസ്കാരത്തിൽ അവർക്ക് 2 ദുആയുള്ളൂ നിസ്കാരത്തിൽ. തഹയ്യാത്തു കഴിഞ്ഞാൽ പിന്നെ ഇബ്രാഹിമി സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ദുആയോടുകൂടി സലാം വിട്ടുക എന്നുള്ളതാണ്. വലിയ ദുആ ഇല്ല. ഷാഫി മദ്ഹബിലുള്ള ദുആ അതിലില്ല. വമിൻഹും മൻ യഖൂൽ, ഇവിടെ പറയാം റബ്ബനാ ആതിനാ ഫിദ് ദുനിയ. ഇതറിയാത്ത ആരെങ്കിലും ഈ ക്ലാസ് കേൾക്കുന്നുണ്ട്, ഇപ്പം തന്നെ അങ്ങ് പഠിച്ചേക്കൂട്ടോ. ഇതെപ്പോഴും മനസ്സിൽ ഉണ്ടാവുകയും അർത്ഥസഹിതം ദുആ ചെയ്യണം. നമ്മൾ അത്യാവശ്യം ചെയ്യുന്ന നിസ്കാരത്തിൽ ദുആ അല്ലേ, നിസ്കാര ശേഷം ചെയ്യുന്ന ദുആ, അതിൻ്റെ ഒക്കെ അർത്ഥം നമ്മൾ പഠിച്ചു വെക്കണം. റബ്ബന 40 റബ്ബന എന്ന് പറഞ്ഞുള്ള ദുആ ഉണ്ട് ഖുർആനിൽ, 40 എണ്ണം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദുആകളാണ് ഈ 40 ദുആകൾ. കാരണം അത് റബ്ബന അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം തോന്നി പറയേണ്ട ദുആക്ക് അള്ളാഹു റബ്ബന എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പേരും റബ്ബന. ദുആ ചെയ്യുമ്പോൾ എപ്പോഴും അങ്ങനെ, ഞങ്ങളുടെ റബ്ബേ റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബൻ നാർ
أولئك لهم نصيب مما كسبوا والله سريع الحساب. അപ്പോൾ അള്ളാഹുവിൻ്റെ നസീബ് ഉണ്ടെങ്കിൽ അവർ സമ്പാദിച്ചാൽ അവർക്ക് കിട്ടും. അള്ളാഹു സരീഉൽ ഹിസാബ്, അള്ളാഹു എല്ലാം വളരെ കൃത്യമായ കണക്ക് നോക്കുന്ന ആളാണ്. അതായത് ഈ ഒരാൾ ഹജ്ജ് ചെയ്തത് എന്തിനാണ്, അയാളുടെ ഉദ്ദേശശുദ്ധി എന്താണ്, എന്താ അയാൾ പ്രാർത്ഥിക്കുന്നത്, എന്താ അയാളുടെ ഉള്ളിലിരിപ്പ്, ഇതൊക്കെ അള്ളാഹ്ക്ക് അറിയാം. അതുകൊണ്ട് ഓരോരുത്തർക്കും അവനവൻ പ്രവർത്തിച്ചത് അത് നസീബാക്കിയതേ കിട്ടുള്ളൂ. ഒക്കെ അള്ളാഹു എല്ലാത്തിനും കൃത്യമായ കണക്ക് അള്ളാഹിൻ്റെ അടുക്കലുണ്ട് എന്ന്. വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത് فمن تعجل في يومين فلا إثم عليه ومن تأخر فلا إثم عليه لمن اتقى واتقوا الله واعلموا أنكم إليه تحشرون. അപ്പോൾ ഈ അയ്യാമ മഅദൂദാത്ത് അതിന് തുടർച്ചയായിട്ടുള്ള നോമ്പുകളെ പറ്റിയും അയ്യാമു തശ്രീഖിൻ്റെ ദിവസങ്ങളെ പറ്റിയൊക്കെയാണ് തുടർന്ന് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും ആ നിർണിത ആ ദിവസങ്ങളിലും കൂടെ എന്ത് ചെയ്യുക, അള്ളാഹിൻ്റെ ദിക്റിലൊക്കെ ആയിട്ട് നിങ്ങൾ നിൽക്കുക. ഇനി ആരെങ്കിലും ധൃതി കാണിച്ച് 2 ദിവസം കൊണ്ട് മതിയാക്കിയാൽ അതിൽ തെറ്റൊന്നുമില്ല. 2 ദിവസം കൊണ്ട് നിൽക്കുകയാണെങ്കിൽ തെറ്റൊന്നുമില്ല. എന്നാൽ ഏറ്റവും നല്ലത് എന്താണ്, ആ ദിവസങ്ങൾ കൂടെ അള്ളാഹുവിൻ്റെ ദിക്റിൽ മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ ഭക്തി അള്ളാഹുവിൽ തഖ്വ പുലർത്തുന്നവർ അതെന്ത് ചെയ്യുക, പരമാവധി സൂക്ഷ്മതയോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. വഅലമു അന്നകും ഇലൈഹി തഹ്ശറൂൻ, എല്ലാവരും അറിയുക. മഹ്ശറ എല്ലാവരും അള്ളാഹിൻ്റെ മുമ്പിൽ ഹജ്ജ് വലിയൊരു സമ്മേളനമാണ്. അതുപോലെ ലോകത്ത് മുഴുവൻ മനുഷ്യന്മാരും സമ്മേളിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അതിലേക്ക് ഹജ്ജിൻ്റെ നിയമങ്ങൾ ഇവിടെ പറഞ്ഞു. അതൊക്കെ അതിൻ്റേതായ നിയമവട്ടങ്ങൾ, ചിട്ടവട്ടങ്ങളിലൂടെ നിയമങ്ങളൊക്കെ പാലിച്ചു കൊണ്ടുള്ള ഖബൂലും മബ്റൂറുമായിട്ടുള്ള ഹജ്ജ് നിർവഹിക്കുക. ഹജ്ജിൻ്റെ നിയ്യത്തുകളും ഉദ്ദേശശുദ്ധിയൊക്കെ വളരെ കൃത്യമാവുക, ശരിയാവുക, നല്ല നിയ്യത്തോടുകൂടെ ചെയ്യുക. ആരെയും പ്രയാസപ്പെടുത്താനല്ല, നല്ല രീതിയിലുള്ള ഒരു ഹജ്ജ്, സുഗമമായ ഹജ്ജാണ് അള്ളാഹു നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ കാണിച്ചു തന്നിരിക്കുന്നത്. 203-ാമത്തെ ആയത്തോടെ ഇൻഷാ അല്ലാഹ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്ന. അള്ളാഹുവെ, ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട ഈ ആയത്തുകളിലൊക്കെ ഞങ്ങളിങ്ങനെ പഠിച്ചുകൊണ്ട് പോകുമ്പോൾ അള്ളാഹുവെ, ജീവിതത്തിൽ ഒരിക്കൽ ഹജ്ജ് ചെയ്യാനുള്ള, അതോടെ ഞങ്ങളുടെ എല്ലാ കഴിഞ്ഞുപോയ ജീവിതത്തിലെല്ലാം പുറത്ത് ഒരു ഫിത്രത്തിലുള്ള ഒരു കുഞ്ഞ്, പാപങ്ങളൊന്നും ഇല്ലാത്ത ഒരു കുഞ്ഞ് ജനിക്കുന്ന പോലെ ഞങ്ങളുടെ ജീവിതത്തെയും അങ്ങനെ സംസ്കരിച്ച് മുഹ്സിനായി, മുഅ്മിനായി, മുത്തഖിയായി ജീവിച്ച് മരണപ്പെടാൻ അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله وبركاته.